തുടരുന്നുവെന്നും CPM-മായി ഇനി ഒരു ബന്ധവുമില്ലെന്നും മധു മുല്ലശ്ശേരി ന്യൂസ് 18നോട്. കഴിഞ്ഞ ഒരു വർഷം നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ആളുകൾക്ക് ഞങ്ങൾ തോന്നിയ പോലെ ജോലി കൊടുക്കും, ചോദിക്കാൻ ആരും വരേണ്ട എന്ന സർക്കാരിന്റെ ധാർഷ്ട്യത്തിന് മുഖത്തേറ്റ അടിയായി പാർട്ടി സഖാവിന്റെ മകന്റെ നിയമനം സുപ്രീം കോടതി റദ്ദാക്കിയത്. അന്തരിച്ച MLA KK രാമചന്ദ്രൻ നായരുടെ മകൻ R പ്രശാന്തിന് ഗസറ്റഡ് തസ്തികയിൽ ജോലി നൽകിയപ്പോഴേ എതിർപ്പുണ്ടായതാണ്. ഹൈക്കോടതി നിയമനം റദ്ദാക്കിയിട്ടും സർക്കാർ പിന്നോട്ട് പോയില്ല. സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവുണ്ടായാൽ ബന്ധു നിയമനം പതിവാക്കാം എന്ന അത്യാർത്തിയാണ് ഇന്ന് പൊളിഞ്ഞടുങ്ങിയത്. MLA-യുടെ മകന് സർക്കാരിൽ ആശ്രിത നിയമനത്തിന് എന്ത് അവകാശമാണ് ഉള്ളതെന്ന ചോദ്യം സർക്കാരിനെ പൊള്ളിക്കുന്നതാണ്. പഠിച്ച് റാങ്ക് പട്ടികയിൽ പേര് വന്നിട്ടും ജോലി കിട്ടാതെ ഉദ്യോഗാർത്ഥികൾ ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ മുട്ടിൽ ഇഴയുമ്പോഴായിരുന്നു സഖാവിന്റെ മകന് ആശ്രിത ജോലി നൽകിയത്. ബന്ധു നിയമനങ്ങളുടെ പരമ്പര തന്നെ നടത്തിയ സർക്കാരിന് പിൻവാതിൽ നിയമനങ്ങൾ അവസാനിപ്പിക്കാൻ പ്രേരണയാകുമോ സുപ്രീം കോടതി വിധി? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. ആശ്രിത നിയമനങ്ങൾക്കെതിരെ നിയമ പോരാട്ടം നടത്തിയിട്ടുള്ള ശ്രീ RS ശശികുമാർ, CPM സഹയാത്രികൻ അഡ്വക്കേറ്റ് BN ഹസ്കർ, PSC റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷനിൽ ഉൾപ്പെട്ടുകയും അതുപോലെ തന്നെ PSC ഉദ്യോഗാർത്ഥിയുമായ MS വിഷ്ണു എന്നിവരാണ് പ്രൈം ഡിബേറ്റിൽ ചേരുന്നത്. ആദ്യം ശ്രീ MS വിഷ്ണു, ഒട്ടേറെ സമര പരമ്പരകൾ തന്നെ റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ നടത്തിയിട്ടുള്ളതാണ്. ഒരിക്കലും മറക്കാൻ പറ്റില്ല സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിങ്ങൾ നടത്തിയ മുട്ടിലിഴഞ്ഞുള്ള സമരം. പലതരം സമരമുറകൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്താണ് ഇതേ ഒരു നിയമനം വന്നത്. KK രാമചന്ദ്രൻ നായരുടെ മകൻ R പ്രശാന്തിന് സർക്കാർ ജോലി നൽകുന്നു, അതും ആശ്രിത നിയമനത്തിൽ. സർക്കാർ അതുമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. അന്നേ നിങ്ങളൊക്കെ പരാതി ഉന്നയിച്ചതാണ്, ഇതെങ്ങനെ സാധ്യമാകും, പഠിച്ച് റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട ഞങ്ങൾ നിൽക്കുന്നു, അതുപോലെ തന്നെ ആശ്രിത നിയമനം എന്നത് പോലും ഒരു MLA-യുടെ മകൻ എങ്ങനെ ബാധകമാകും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർന്നതാണ്. പക്ഷെ സർക്കാർ മുന്നോട്ട് പോയി. ഹൈക്കോടതിയിൽ നിന്ന് എതിരായിട്ടുള്ള വിധി വന്നു, എന്നിട്ടും സർക്കാർ പിന്നോട്ട് പോയില്ല, സുപ്രീം കോടതിയിൽ പോയി. ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നും വിധി വന്നിരിക്കുകയാണ്, ആ നിയമനം നടക്കില്ല എന്ന്. ഇപ്പോൾ നിങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ്? PSC ഉദ്യോഗാർത്ഥികൾ, ഇത് എനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ ഗവൺമെന്റ് ഈ രണ്ടാം പിണറായി ഗവൺമെന്റ് ഉൾപ്പെടെ, ആദ്യത്തെ പിണറായി ഗവൺമെന്റും രണ്ടാം പിണറായി ഗവൺമെന്റും ഈ പിൻവാതിൽ നിയമനങ്ങളുടെ വലിയൊരു ഘോഷയാത്ര തന്നെ നടത്തിയിരിക്കുകയാണ്. അത് ഇവരുടെ പാർട്ടി നേതാക്കളുടെ ബന്ധുക്കൾക്കും കുടുംബക്കാർക്കും ഉന്നത തസ്തികകളിലേക്കാണെങ്കിൽ താഴെത്തട്ടിലുള്ള ലോക്കൽ കമ്മിറ്റി, ബ്രാഞ്ച് കമ്മിറ്റി തുടങ്ങിയ ആ തലങ്ങളിലുള്ള നേതാക്കളുടെ ബന്ധുക്കൾക്കും ഭാര്യമാർക്കും ഒക്കെ താഴെ തലങ്ങളിലുള്ള ഇടയ്ക്കുള്ള ജോലികളാണ്. അങ്ങനെ നമ്മൾ പരിശോധിച്ച് നോക്കിയ സമയത്ത് ഈ ഗവൺമെന്റ് ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ 1,90,000 പിൻവാതിൽ നിയമനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒന്നും രണ്ടും നിയമനങ്ങളല്ല, 1,90,000 പിൻവാതിൽ നിയമനങ്ങൾ ഈ ഗവൺമെന്റ് ഇവിടെ വന്നതിന് ശേഷം 2 ടേണായിട്ട് നടത്തിയിട്ടുണ്ട്. പിന്നെ ബന്ധു നിയമനത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ സഖാവ് EP ജയരാജൻ അദ്ദേഹത്തിൻ്റെ ബന്ധുവായിട്ടുള്ള സുധീർ നമ്പ്യാരെ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസിൽ MD ആയിട്ട് നിയമിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഈ ഗവൺമെൻറ്റിൻ്റെ തന്നെ വിജിലൻസ് അന്വേഷിക്കുകയും ഈ EP ജയരാജൻ തന്നെ ഇങ്ങനെയൊരു നിയമനം കൊടുക്കുവാൻ വേണ്ടി ഉള്ള കുറിപ്പ് ആ വകുപ്പിന് കൈമാറിയതായിട്ടുമുള്ള രേഖകൾ വിജിലൻസ് കണ്ടുപിടിച്ചതായിട്ടും ഉള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പിന്നെ ആ കേസ് അന്വേഷണം എവിടെ എത്തിയെന്നോ അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങൾ എന്തായെന്നോ ജനങ്ങൾക്ക് അറിയുവാൻ സാധിക്കുന്നില്ല. പിന്നെ നമ്മുടെ കാലടി സർവകലാശാലയിൽ ബഹുമാനപ്പെട്ട MP, നമ്മുടെ മന്ത്രിയായിട്ടുള്ള MP രാജേഷ് അവരുടെ ഭാര്യയുടെ നിയമനം, അതും വലിയ രീതിയിലുള്ള വിവാദമായതാണ്. അതിൽ ഈ ഇൻ്റർവ്യൂ ബോർഡിലുണ്ടായിരുന്ന ഡോക്ടർ ഉമർ തറമേൽ, KM ഭരതൻ, P പവിത്രൻ എന്നീ 3 വ്യക്തികൾ അവരുടെ വിയോജനക്കുറിപ്പ് അറിയിച്ചിട്ടും അനധികൃതമായി നിയമനം കൊടുത്തിരിക്കുന്നു. പിന്നെ ഈ നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ ശ്രീ ആര്യ രാജേന്ദ്രൻ, അവരെ ഒരു കണ്ടക്ടറുടെ തൊഴിലില്ലാതാക്കിയ ഒരാളാണ്. പിന്നെ ആര്യ രാജേന്ദ്രൻ അന്നത്തെ പാർട്ടിയുടെ നേതാവായിട്ടുള്ള സഖാവ് ആനാവൂർ നാഗപ്പന് ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ള സകലമാന ജോലികളുടെയും നിയമനം നടത്തുവാൻ വേണ്ടിയിട്ട് പാർട്ടിയിൽ നിന്നും സഖാക്കളുടെ ബയോഡാറ്റ ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് നൽകിയ കത്ത് അത് പുറത്തായതും നമുക്ക് നല്ലതായിട്ട് ഓർമ്മയുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെ വന്നാലും ഈ ഗവൺമെൻറ്റിൻ്റെ ഭരണകാലത്ത് കേരളത്തിൻ്റെ ഉദ്യോഗാർത്ഥികളോട്, പ്രത്യേകിച്ച് PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളോട് ഏറ്റവും വലിയ ക്രൂരത കാണിച്ച ഒരു ഗവൺമെൻറ്റാണ് ഈ ഇടതുപക്ഷ ഗവൺമെൻറ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്,
ഈ പിന്നെ MLA മകന് അനധികൃതമായി നിയമനം നൽകുന്നതിലേക്കായി പിന്നെ ഇവർ ഒരു പരിശ്രമം നടത്തുകയും അതിനെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി, ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇന്ന് റദ്ദ് ചെയ്തിരിക്കുകയാണ് ആ നിയമനം. അപ്പോൾ ആ കോടതി ഉത്തരവിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള ശമ്പളം തിരിച്ചു പിടിക്കാൻ പാടില്ല എന്നും കൂടി പറഞ്ഞിട്ടുള്ളതായിട്ടാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ സർക്കാർ ഖജനാവിൽ നിന്നും ഇതുപോലെയുള്ള നേതാക്കന്മാരുടെ ബന്ധുക്കൾക്കും ഭാര്യമാർക്കും അവരുടെ കുട്ടികൾക്കും കൊച്ചാപ്പയ്ക്കും വലിയാപ്പയ്ക്കും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നിയമനം കൊടുക്കുമ്പോൾ എന്നെപ്പോലെയുള്ള സാധാരണക്കാരൻ്റെ വീട്ടിൽ നിന്നുള്ള ആളുകൾ, ഞാനൊരു കരിങ്കല്ല് തൊഴിലാളിയാണ്, കരിങ്കല്ല് ചുമക്കാൻ പോയിട്ട് അതിനുശേഷം വൈകുന്നേരങ്ങളിൽ PSC പഠിച്ച് റാങ്ക് പട്ടികയിൽ വരുന്ന ആളാണ് എന്നെപ്പോലുള്ള ഉദ്യോഗാർത്ഥികൾ. ഇവിടെ LGS തസ്തികയിൽ പോലും നിയമനം നടക്കുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. LGS തസ്തികയിൽ 2000-2500 നിയമനം നടന്നുകൊണ്ടിരുന്ന LGS തസ്തികയിൽ 500 നിയമനം പോലും നടക്കുന്നില്ല. ഇഴഞ്ഞഴഞ്ഞാണ് പോകുന്നത്. 3 വർഷത്തെ റാങ്ക് ലിസ്റ്റ് തീരാറായി. അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് 10,000 നിയമനം നടന്നുകൊണ്ടിരുന്നിടത്ത് 5,000 നിയമനം പോലും ഇല്ല. SAPയിൽ 441 ഒഴിവാണ് ഫ്രഷ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ PSC അംഗങ്ങളുടെ ശമ്പള വർധനവ്, PSC അംഗങ്ങൾക്ക് ശമ്പള വർധനവ് നടത്താനും അവരുടെ കാര്യങ്ങൾ നടപ്പാക്കാനും, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ PSC അംഗങ്ങളുള്ളത് കേരള PSCയിലാണ്. ഈ PSC അംഗങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കൊടുക്കുവാനും അവരെ തീറ്റിപ്പോറ്റുന്ന ഒരു ഉപാധിയായി കേരളത്തിലെ PSC അതപ്പതിച്ചിരിക്കുകയാണ്. ഇവിടെയില്ല ഇപ്പോൾ ഈ മുൻ MLAയുടെ മകന് ആശ്രിത നിയമനം നൽകിയതിനെ സാധൂകരിക്കുന്നതിന് വേണ്ടി സർക്കാർ ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായി. അത് മാറ്റിക്കിട്ടുന്നതിന് വേണ്ടി സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ സുപ്രീം കോടതിയിലും പറഞ്ഞ ഒരു പ്രധാന കാര്യം, ഇത് സർക്കാർ ഒരു തസ്തിക ഉണ്ടാക്കിയതാണ്, അത് കാരണം മറ്റൊരാളുടെയും ജോലി നഷ്ടപ്പെടുന്നില്ല എന്നാണ്. ഇതേ കാരണം പറഞ്ഞുകൊണ്ടല്ലേ സർക്കാർ ഇത്തരത്തിലുള്ള നിയമനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്? നിങ്ങൾക്ക് അതിന് പിന്നിലെ ആ പൊള്ളത്തരം മനസ്സിലായി കാണുമല്ലോ ഇതിനകം തന്നെ. അല്ല, ഇത് സർക്കാർ ചെയ്യുന്നത് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഇത് കേസാകുമെന്ന് സർക്കാരിനറിയാം. ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർ എങ്ങനെ കേസ് വലിയുക? ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർ പിന്നെ പണിയെടുക്കുന്ന പൈസ കൊണ്ട് ആയിരക്കണക്കിന് രൂപ അഡ്വക്കേറ്റ്മാർക്ക് ഫീസ് കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ കേസ് നടത്തുന്നത്. ആ സമയത്ത് സർക്കാർ എന്താ ചെയ്യുന്നത്? ഇതുപോലെയുള്ള MLAമാരുടെ ബന്ധുക്കൾക്ക് വേണ്ടിയിട്ട് ഈ സർക്കാർ ഖജനാവിലെ പണം എടുത്ത് ചെലവാക്കി കേസ് നടത്തി ഹൈക്കോടതിയിൽ പരാജയപ്പെട്ട് സുപ്രീം കോടതിയിൽ പോയി ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും പരാജയപ്പെട്ടിരിക്കുന്നു. ഈ പൈസ ഈ സർക്കാർ ഇങ്ങനെ അനധികൃത നിയമനത്തിന് വേണ്ടി എടുത്തിട്ടുള്ള ഈ പൈസ, അതിനുവേണ്ടി കേസ് വാദിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഈ തുക സാധാരണക്കാരായിട്ടുള്ള ഇവിടുത്തെ പാവപ്പെട്ടവൻ വീട്ടു സാധനം വാങ്ങുന്നതിൽ നിന്ന് നികുതി പണമാണ്. സർക്കാർ ലക്ഷക്കണക്കിന് പണം ഇതിനകം തന്നെ ഈ ഒരു ഒറ്റ നിയമനം സാധൂകരിച്ച് കിട്ടുന്നതിന് വേണ്ടി ചെലവാക്കിയിട്ടുണ്ട്. ആ നിയമനം കിട്ടിയ ആൾക്ക് പുറമെ സർക്കാർ നേരിട്ടാണ് ഇവിടെ ഹർജി ഫയൽ ചെയ്തത് എന്ന കാര്യം വളരെ പ്രസക്തമാണ്. ഹൈക്കോടതി പറഞ്ഞതാണ് ഈ നിയമനം സാധുവല്ല, ഇത് നടക്കുന്ന കാര്യമല്ല, ഇങ്ങനെ ആശ്രിത നിയമനം കിട്ടുന്നതിന് വേണ്ടി ചട്ടങ്ങളുണ്ട്, അത് പാലിക്കാതെയാണ് ആശ്രിത നിയമനം ഒരു MLAയുടെ മകന് നൽകിയത്. അതെങ്ങനെ നൽകാൻ കഴിയും? സർക്കാർ ജീവനക്കാർക്ക് കിട്ടുന്ന ആശ്രിത നിയമനം അതെങ്ങനെ ഒരു MLAയുടെ മകന് കിട്ടുമെന്നുള്ള സുപ്രധാനമായ ചോദ്യം ഹൈക്കോടതി ചോദിച്ചപ്പോൾ തന്നെ അവിടെ തീരേണ്ട ഒരു പ്രശ്നമായിരുന്നു ഇത്. പക്ഷേ അത് സുപ്രീം കോടതിയിലേക്ക് സർക്കാർ ഇത്രയും കാശ് മുടക്കി കൊണ്ടുപോയതിന് പിന്നിൽ ഒറ്റ അജണ്ടയായിരുന്നു ഉള്ളത്. സർക്കാർ കരുതി ഏതെങ്കിലും രീതിയിൽ സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂലമായ ഒരു ഉത്തരവ് കിട്ടുകയാണെങ്കിൽ ഇനി അങ്ങോട്ട് ഇത്തരത്തിലുള്ള ബന്ധു നിയമനങ്ങൾ നിയമ തടസ്സമില്ലാതെ നടത്താൻ പറ്റും ഈ വിധിയുടെ മറവിൽ എന്ന് കരുതിയിട്ടുണ്ടാവും. അത് നടന്നില്ല. സുപ്രീം കോടതി അത് പറ്റില്ല, ഇങ്ങനെ ഒരു നിയമനത്തിന് ഒരു അർഹതയും ഒരു MLAയുടെ മകനില്ല എന്നുള്ള കാര്യം നിസ്സംശയമായി സുപ്രീം കോടതി ഉത്തരവിൽ എഴുതി വെച്ചിരിക്കുകയാണ് അല്ലേ? തീർച്ചയായും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി, രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം ഈ പിൻവാതിൽ നിയമനങ്ങൾക്കെതിരെ ശക്തമായ രീതിയിൽ താക്കീത് ഈ ഗവൺമെന്റിന് കൊടുത്തുകൊണ്ട്, പിന്നെ ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നാണവും മാനവും ഇല്ലാത്തൊരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. എന്ത് നാറിയ കളിയും കളിച്ചിട്ടും അവരുടെ നേതാക്കന്മാരുടെ ഭാര്യമാർക്കും അവരുടെ മക്കൾക്കും അവരുടെ പാർട്ടിക്കാർക്കും വേണ്ടിയിട്ട് ഏത് കളിയും കളിക്കും. ഒരു തരത്തിലും അവരൊരു നീതിപൂർവമായ തീരുമാനം എടുക്കുന്നില്ല. ഇപ്പൊ ഞാൻ ഒരു കാര്യം, ഇപ്പൊ സെക്രട്ടേറിയറ്റ് OA എന്നൊരു പോസ്റ്റ് കടന്നു. ഈ സെക്രട്ടേറിയറ്റ് OA ആവശ്യത്തിന് ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്താതെ കടുത്ത രീതിയിലുള്ള കട്ട് ഓഫ് മാർക്ക് നിശ്ചയിച്ചുകൊണ്ട് റാങ്ക് ലിസ്റ്റ് പുറപ്പെടുവിക്കും. അപ്പോൾ 1000 ഉദ്യോഗാർത്ഥികളെ മാത്രം ഉൾപ്പെടുത്തി ഒരു ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ 1.5 വർഷം ആവുന്നതിന് ലിസ്റ്റ് തീർന്നു, റാങ്ക് ലിസ്റ്റ് തീർന്നു. 3 വർഷ കാലാവധിയുള്ള റാങ്ക് പട്ടിക 1.5 വർഷമായപ്പോൾ ലിസ്റ്റ് തീർന്നു. ബാക്കിയുള്ള സമയത്തേക്ക് ആരെ എടുക്കാം? ഈ താഴേക്കടയിലുള്ള ഇവരുടെ ലോക്കൽ കമ്മിറ്റി തലങ്ങളിലുള്ള നേതാക്കളുടെ ബന്ധുക്കളെയും അവരെ മക്കളെയും അവിടെ നിയമിക്കാം. ഇങ്ങനെ എല്ലാ തലങ്ങളിലും. അതുപോലെ തന്നെ പിന്നെ യൂണിവേഴ്സിറ്റി LGS. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി LGS നടത്തിയ തസ്തികയിൽ 2015 മുതൽ തന്നെ ഗവൺമെന്റ് ഉത്തരവാണ്, ഒരു സർവകലാശാലകളിലും ഇനി നടക്കുന്ന അനധ്യാപിക നിയമനങ്ങൾ എന്ത് ചെയ്യണം? PSC മുഖാന്തരം മാത്രമേ നടത്തുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു ഉത്തരവ്
സർക്കാർ ഉത്തരവിരിക്കെ ആ സർക്കാർ ഉത്തരവിനെ കാറ്റിൽ പറത്തിക്കൊണ്ട് കുസാറ്റിൽ എത്രയോ നിയമനങ്ങൾ ഇവരുടെ ആൾക്കാരെ നിയമിച്ചിരിക്കുന്നു. ഇന്നേ വരെയായിട്ട് ആ ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യാൻ ഇവർ തയ്യാറായിട്ടില്ല. വെറും 207 ഒഴിവുകളാണ് കേരളത്തിലെ 13 സർവകലാശാലകൾ കൂടി ഇത്രയും കാലം. ഈ കേരള സർവകലാശാല വന്നിട്ട് കാലം എത്രയായി? ഇത്രയും കാലമായിട്ട് നടന്നിട്ടുള്ള ഇനി നടക്കാൻ പോകുന്ന അനധ്യാപിക നിയമനങ്ങളുടെ പിന്നെ വേക്കൻസി ഒഴിവുകൾ ചോദിച്ച സമയത്ത് LGS തസ്തികയിൽ 207 ഒഴിവുകൾ മാത്രമാണ് ഈ കേരളത്തിൽ നിന്നും PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതേസമയത്ത് തന്നെ സർക്കാർ പറയുന്നത് എന്താണ്? ഏറ്റവും കൂടുതൽ PSC നിയമനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു സർക്കാരാണ് ഭരിക്കുന്നത്. കമ്പയർ ചെയ്യുന്നത് മുൻപത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെയാണ്. ശരിയാണ്, ഇവിടെ റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം നടത്തിയിട്ടുണ്ട്. റാങ്ക് ഹോൾഡേഴ്സിന്റെ വലിയ സമരമായിരുന്നു സെക്രട്ടേറിയറ്റ് മുന്നിൽ നടന്നത്. പക്ഷേ എങ്കിലും കണക്കുകൾ നിരത്തി അന്ന് അതിനെ എതിർക്കുകയാണ് സർക്കാർ ചെയ്തത്. ഓരോ വർഷവും എത്ര നിയമനങ്ങൾ വന്നു, എത്ര റാങ്ക് ലിസ്റ്റിൽ നിന്ന് എത്ര നിയമനങ്ങൾ നടത്താൻ പറ്റി എന്നുള്ളത് കണക്കുകൾ സഹിതം ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇവിടെ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ആശ്രിത നിയമനം, അതിനെ താങ്കൾ എങ്ങനെയാണ് അതിനെ താങ്കൾക്ക് എതിർക്കുവാൻ പറ്റുന്നത്? ഇതിൽ PSC ഉദ്യോഗാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകേണ്ട ഒരു കാര്യവുമില്ല എന്നാണ് സർക്കാർ പറയുന്നത്. അല്ല, PSC ഉദ്യോഗാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമില്ല. ഈ പറയുന്ന ഈ മുൻ ചെങ്ങന്നൂർ MLA ആയിട്ടുള്ള ബഹുമാനപ്പെട്ട അന്തരിച്ചു പോയ അദ്ദേഹത്തിന്റെ മകന് വേണ്ടി ഇത്ര ദണ്ണം മുഴക്കുന്ന ഈ ഗവൺമെന്റ് ചെയ്യേണ്ടത് എന്താണെന്നറിയോ? എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിന്റെ മകന് പഠിക്കാൻ കാശില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകന് PSC കോച്ചിങ് സെന്ററിൽ പോയി പഠിക്കുവാനുള്ള കാശ് ഈ ഗവൺമെന്റ് കൊടുക്കണം. 1-2 വർഷത്തേക്കുള്ള പഠിക്കാനുള്ള തുക അനുവദിച്ചിട്ട് അദ്ദേഹത്തിന് പഠിച്ചെഴുതാൻ കഴിവുണ്ടെങ്കിൽ പഠിച്ചെഴുതി റാങ്ക് ലിസ്റ്റ് വരട്ടെ. ഞങ്ങളോടൊപ്പം പഠിച്ചെഴുതി. ഞാൻ കരിങ്കല്ല് ചുമക്കാൻ പോയിട്ട് ഞാൻ രാത്രി ഇരുന്നാണ് PSC പഠിക്കുന്നത്. ചെങ്ങന്നൂർ MLA KK രാമേന്ദ്രൻ നായരുടെ മകൻ, അദ്ദേഹത്തിന് അത്ര പിന്നെ ഈ ഗവൺമെന്റിന് അദ്ദേഹത്തോട് അത്ര ഇതാണെങ്കിൽ, അവർ ഒരു സങ്കടമാണെങ്കിൽ അവരെന്താ ചെയ്യുക? ഈ മനുഷ്യന് വേണ്ടിയിട്ട് 2 വർഷം PSC കോച്ചിങ് സെന്ററിൽ പോയി പഠിക്കാനുള്ള ഫീസ് കൊടുക്കട്ടെ. കഴിവുണ്ടെങ്കിൽ പഠിച്ച് റാങ്ക് ലിസ്റ്റ് വരട്ടെ. അതല്ലേ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഇവരുടെ പാർട്ടിയിൽ എത്രയോ മന്ത്രിമാരുണ്ട്, എത്രയോ നേതാക്കളുണ്ട്, അവർ ഇദ്ദേഹത്തിന് 3 വർഷം PSC കോച്ചിങ് സെന്ററിൽ പോയി പഠിച്ച ഒരു സർക്കാർ ജോലി വാങ്ങൂ. അതല്ലേ അതിന്റെ ശരി? അല്ലാതെ ഇവിടുത്തെ നിയമനങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട്, നിയമങ്ങളെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് കേരള PSC ഇവിടെ വന്നിട്ടുള്ളതേ നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഫലമായി കേരളത്തിൽ ഉജ്ജ്വലമായ പോരാട്ടങ്ങൾ നടത്തിയാണ് കേരളത്തിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളതും. രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു നിയമന വ്യവസ്ഥ നമ്മുടെ കേരളത്തിലുണ്ട്. ഇപ്പോൾ താങ്കളിപ്പോൾ പറഞ്ഞു പിന്നെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിൽ നിയമനം കൂടുതലാണെന്ന്. വെറും പിന്നെ കള്ളക്കണക്കാണ്, പച്ചയായ കള്ളമാണ് ചാനലുകൾ വന്നിരുന്ന് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ, മറ്റ് സംസ്ഥാനങ്ങൾ നടക്കുന്നത് എന്താണെന്നറിയോ? പല നിയമനങ്ങളും അതാത് ബോർഡുകളാണ് നിയമനങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ LGS ആയാലും LD ആയാലും അതാത് ബോർഡുകളാണ്, കമ്പനിയും ബോർഡുകളാണ്. അതുപോലെ തന്നെ ഫോഴ്സിലായാലും അങ്ങനെയാണ് നിയമനങ്ങൾ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടുത്തെ പബ്ലിക് സർവീസ് കമ്മീഷനിൽ നിയമനങ്ങൾ കുറയും. ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ ബോർഡാണ്. ആ ബോർഡാണ് ആ തസ്തികയിലേക്കുള്ള നിയമനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കണക്കിനെ മറച്ചു വെച്ചുകൊണ്ടാണ് എന്താ പറയുന്നത്, ഇന്ത്യയിലെ നിങ്ങളൊന്ന് ആലോചിച്ച്, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും നിയമനത്തെ കൂട്ടി യോജിച്ച് കഴിഞ്ഞാലും കേരളത്തിൽ എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനത്ത് നിയമനം ആവില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഇത് പച്ചക്കള്ളമല്ലേ? മഹാരാഷ്ട്രയും ബീഹാറും ഉത്തർപ്രദേശും പോലെയൊക്കെ വലിയ വലിയ സംസ്ഥാനങ്ങളിൽ എന്തുമാത്രം പോലീസ് ഫോഴ്സ് ആവശ്യമുണ്ട്. അപ്പോൾ അതിനേക്കാളും പോലീസ് കേരളത്തിലുണ്ടോ? എൻ്റെ സംശയമാണ്. വലിയ വലിയ സംസ്ഥാനങ്ങളിൽ എത്രയോ പിന്നെ ആയിരക്കണക്കിന് പോലീസ് ഫോഴ്സിന് ആവശ്യമുണ്ട്. അത്രയ്ക്ക് നിയമനം അവരവിടെ നടത്തുകയല്ലേ? അപ്പോൾ അതിനേക്കാളും പോലീസ് കേരളത്തിലുണ്ടോ? അപ്പോൾ ഇതെല്ലാം കള്ളക്കണക്കുകളാണ്. കള്ളക്കണക്കുകളും പിന്നെ ഊഹാപോഹങ്ങളും കൊണ്ട് പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള നേതാക്കന്മാരുടെ മക്കൾക്കും ഭാര്യമാർക്കും അവരുടെ പിന്നെ അണികൾക്കും വേണ്ടിയിട്ടാണ് ഇവിടെ നിയമനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കേസിൽ വളരെയധികം പ്രത്യേകതയുണ്ടായിരുന്നു. ഇപ്പോൾ KK രാമചന്ദ്രൻ നായരുടെ മകനായ R പ്രശാന്തിന് പൊതുമരാമത്ത് വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായി ഗസറ്റഡ് തസ്തികയിലുള്ള നിയമനമാണ് അന്ന് നൽകിയത് അല്ലെ? 2018 മന്ത്രിസഭ അംഗീകരിച്ചത് ഇക്കാര്യം. ജനപ്രതിനിധികളുടെ മക്കൾക്കും ബന്ധുക്കൾക്കും ആശ്രിത നിയമനം നൽകുന്നത്, ഇത് ഹൈക്കോടതി പറഞ്ഞ കാര്യമാണ്. നേരത്തെ ഹൈക്കോടതി ഉത്തരവിട്ടതാണ് ഈ നിയമനം കൊടുക്കരുത് എന്ന്. അത് ചോദ്യം ചെയ്താണ് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. ജനപ്രതിനിധികളുടെ മക്കൾക്കും ബന്ധുക്കൾക്കും ആശ്രിത നിയമനം നൽകുന്നത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മക്കളെ വരെ സർക്കാർ ജോലികളിൽ നിയമിക്കുന്നതിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കും എന്നുള്ള ഹൈക്കോടതി വിധിയായിരുന്നു അന്ന് വന്നത്. അതായത് അതിരൂക്ഷമായ ഭാഷയിലായിരുന്നു അന്ന് സർക്കാരിനെ വിമർശിച്ച് ഹൈക്കോടതി ഉത്തരവിട്ടത്. MLAയുടെ ആശ്രിതന് ജോലി നൽകിയതിൽ പരാതിക്കാരന് ദോഷമായി ഒന്നുമില്ലെന്നായിരുന്നു അന്നത്തെ സർക്കാരിന്റെ നിലപാട്. എന്നാൽ സർക്കാരിനെ ഇക്കാര്യത്തിലും ഹൈക്കോടതി വിമർശിക്കുകയുണ്ടായി. ഈ നിയമനം അംഗീകരിക്കുന്നത് സർക്കാരിനെ കയറൂരി വിടുന്നതിന് തുല്യമാകുമെന്നും പിൻവാതിൽ നിയമനങ്ങൾ നടത്തുന്നതിലേക്കും അതിലൂടെ സാമൂഹിക വിവേചനങ്ങൾക്ക് വഴി തുറക്കുമെന്നുമായിരുന്നു അന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചത്. എന്നിട്ടും സർക്കാരിന്റെ കണ്ണ് തുറന്നില്ല എന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം. അല്ല, എനിക്ക് ഇവരോട് ചോദിക്കാനുള്ള ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഒരു മനുഷ്യൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അങ്ങനെ ഒരു നിയമം ഉണ്ടോ? ഞാൻ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ
എൻ്റെ ബന്ധുവിന് അല്ലെങ്കിൽ എൻ്റെ മകന് സർക്കാർ ജോലി കൊടുക്കണം എന്ന് എവിടെയെങ്കിലും ഒരു നിയമം എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇപ്പോൾ ഒരു വാർഡിലായാലും ഒരു ബ്ലോക്ക് പഞ്ചായത്തിലായാലും ഒരു ജില്ലാ പഞ്ചായത്തിലായാലും ഒരു MLA സീറ്റിലായാലും മത്സരിക്കുന്നു. അതിവിടെ ജനാധിപത്യ നിയമം അനുസരിച്ച് മത്സരിക്കുന്നു. അവനവൻ്റെ ആയുസ് പോകുമ്പോൾ നമ്മൾ മരിക്കുന്നു. ആ മരിക്കുന്ന സമയത്ത് നമ്മുടെ മക്കൾക്ക് അവരുടെ മക്കൾക്ക് ആശ്രിത നിയമനം കൊടുക്കണം എന്ന് പറഞ്ഞ് ഗവൺമെൻറ് നിയമം പാസ്സാക്കിയാൽ അല്ലെങ്കിൽ ഗവൺമെൻറ് പിൻവാതിൽ നിയമനം നടത്തിയാൽ പിന്നെ എന്തിനാണ് ഇവിടെ PSC വെച്ചിരിക്കുന്നത്? നിങ്ങൾ കേരളത്തിലെ ഈ പറഞ്ഞ 941 ഗ്രാമപഞ്ചായത്തുകളിലെ 152 ബ്ലോക്ക് പഞ്ചായത്തിലെ 14 ജില്ലാ പഞ്ചായത്തിന് വരുന്ന ജനപ്രതിനിധികൾ പിന്നെ അവർ വയസ്സായി മരിക്കും തോറും അവരുടെ ബന്ധുക്കൾക്ക് തന്നെ ഇങ്ങനെ നിയമനം കൊടുത്തുകൊണ്ടിരുന്ന പിന്നെ എന്തിനാണ് ഇവിടെ ഒരു PSC? എന്തിനാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ നിയമനം? അവരുടെ തന്നെ കുടുംബക്കാർക്കും സർക്കാർ പിന്നെ തീറ്റിപ്പോറ്റുന്ന ഇത്തരത്തിലുള്ള വെള്ളാനുകൾക്ക് മാത്രം ജീവിക്കുവാനുള്ള ഒരു സംവിധാനമായി കേരളത്തിലെ പിന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളും നിയമനങ്ങളും ഒക്കെ മാറിയിരിക്കുകയാണ്. അതാണ് ഇതിൽ നിന്ന് ശക്തമായ ഒരു താക്കീത് തന്നെയാണ് ബഹുമാനമുള്ള പരമോന്നത നീതി. ഇതുകൊണ്ട് കണ്ണു തുറക്കുമെന്ന് കരുതുന്നുണ്ടോ? ഇപ്പോൾ PSC റാങ്ക് ഹോൾഡേഴ്സിന് അനുകൂലമായിട്ട് പല ഉത്തരവുകളും ഇതിനു മുൻപ് വന്നിട്ടുള്ളതാണ് വിവിധ കോടതികളിൽ നിന്ന്. എന്നിട്ടും റാങ്ക് ഹോൾഡേഴ്സിന്റെ ഈ പരാതികൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. പല ഉത്തരവുകളും നടപ്പിലാക്കിയിട്ടുമില്ല. പിൻവാതിൽ നിയമനങ്ങൾക്ക് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. വിഷ്ണു, ഇപ്പോൾ ഇങ്ങനെ ഒരു കേസ് വന്നതുകൊണ്ട്, ഇങ്ങനെ ഒരു ഉത്തരവ് വന്നതുകൊണ്ട് ഈ ഒരു നിയമനം റദ്ദാകുന്നു എന്നല്ലാതെ ഇനി അങ്ങോട്ട് ഇതെല്ലാം സർക്കാർ നിർത്തലാക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, ഒരിക്കലും കരുതുന്നില്ല. അതും വീണ്ടും എന്താ ചെയ്യുക? എന്നെ പോലത്തെ പാവപ്പെട്ട വീട്ടിലെ ആളുകൾ കൂലിപ്പണിയെടുത്ത് വീണ്ടും ഇതുപോലെ തന്നെ സുപ്രീം കോടതി വരെ കേസ് പറയേണ്ടി വരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ കേസ് പറഞ്ഞു, അവിടെ നിന്ന് വിജയിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് എന്ത് ചെയ്യും? ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കുന്നു. വീണ്ടും ഞങ്ങൾ ഹൈക്കോടതിയിൽ പോകുന്നു. അഡ്വക്കേറ്റുമാർ ചോദിക്കുന്ന കാശ് കൊടുത്ത് അവിടെയും കേസ് വാദിക്കുന്നു. വീണ്ടും നമ്മൾ എവിടെ പോകുന്നു? പിന്നെ ഹൈക്കോടതിയിൽ ഗവൺമെന്റ് കേസ് പരാജയപ്പെടുമ്പോൾ ഇതേ ഗവൺമെന്റിന്റെ പൈസ ചെലവാക്കിക്കൊണ്ട് സുപ്രീം കോടതിയിൽ പോകുന്നു. അവിടെ വലിയ അഡ്വക്കേറ്റുമാരെ വെച്ച് ഗവൺമെന്റ് വാദിക്കുമ്പോൾ ഞങ്ങളെ പോലുള്ളവർ പിന്നെ നുള്ളിപ്പറക്കിയെടുത്ത ചില്ലറ നാണയങ്ങൾ കൂട്ടി വെച്ചെടുക്കുന്ന പൈസ ഉപയോഗിച്ച് അത് അഡ്വക്കേറ്റുമാർക്ക് ഫീസ് കൊടുത്ത് അവിടെയും വാദിക്കുന്നു. ഇങ്ങനെ കേസ് വാദിച്ച് തന്നെ എത്രയോ പാവങ്ങളുടെ എത്രയോ ആയിരക്കണക്കിന് രൂപയാണ് ഇങ്ങനെ കേസ് വാദിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ ഇപ്പോൾ പറയാം. MG സർവകലാശാലയിൽ അവിടുത്തെ നിയമനങ്ങൾ LGS ഉൾപ്പെടെയുള്ള നിയമനങ്ങൾ പബ്ലിക് സർവീസ് കമ്മീഷന് വിട്ടുകൊണ്ട് 2015 സെപ്റ്റംബർ മാസം 26 ഗവൺമെന്റ് ഉത്തരവുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു വിവരാവകാശം ഞങ്ങൾ വെച്ച സമയത്ത് LGSലേക്ക് എത്ര നിയമനം ഉണ്ട്, അവിടെ വേക്കൻസി ഉണ്ടെന്ന് അന്വേഷിച്ചപ്പോൾ LGS നിയമനം അവിടെ നടത്തുന്നത് എങ്ങനെയെന്നറിയോ? LGS ആയിട്ട് നിയമനം നടത്താൻ ഗവൺമെന്റിന് അധികാരം കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഈ MG സർവകലാശാല നടത്തുന്ന പരിപാടി സ്വീപ്പർ കം ക്ലീനർ തസ്തികയിലേക്ക് നേരിട്ടും ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് സ്വീപ്പർ കം ക്ലീനർ തസ്തികയിൽ നിന്നും സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ സ്ഥാനക്കയറ്റം നൽകിയുമാണ് നിയമിക്കുന്നത്. ശരി, ഞാൻ ഒന്ന് ഇടപെടുകയാണ് വിഷ്ണു. നമുക്ക് വിശദമായിട്ട് വരാം. അതിനു മുമ്പ് അഡ്വക്കേറ്റ് BN ഹസ്കർ, CPM സഹയാത്രികൻ കൂടി ചേരുകയാണ്. അഡ്വക്കേറ്റ് ഹസ്കർ, ഇത് എത്രയോ തവണ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ്. ഇത് നടക്കുന്ന കാര്യമല്ല. ഈ രീതിയിൽ ആശ്രിത നിയമനം നൽകാൻ പറ്റില്ല. ഇത് ബന്ധു നിയമനം തന്നെയാണ് എന്നുള്ള കാര്യം. പക്ഷേ സർക്കാർ കേട്ടില്ല. അതുമാത്രമല്ല, ഹൈക്കോടതി ഇക്കാര്യം വ്യക്തമാക്കിക്കൊണ്ടൊരു വിധി നൽകിയതാണ്. എന്നിട്ടും സർക്കാരിന് മതിയായില്ല. സുപ്രീം കോടതിയെ സമീപിച്ചു. PSC ഉദ്യോഗാർത്ഥികൾക്ക് നേരെ സർക്കാരിന്റെ സമീപനം അതിനെ തകർക്കുന്ന രീതിയിലായി പോയ ഒന്നല്ലേ ഇന്നത്തെ സുപ്രീം കോടതി വിധി? അതായത് മുഖത്തേറ്റ അടിയായി മാറി സർക്കാരിന് ഈ വിധി. മഞ്ജുഷ്, ഇതില് സംസ്ഥാന സർക്കാരിന് വലിയ തോതിൽ ഒരു അപകടം പറ്റിയിട്ടുണ്ട്. അതൊരു പരിക്കു പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം സുപ്രീം കോടതി വിധി രാജ്യത്തിന്റെ നിയമമാണ് ഇരിക്കെ ആശ്രിത നിയമനം ഒരു MLAയുടെ മകന് നൽകുന്നതിനെ സംബന്ധിച്ച് സുപ്രീം കോടതി സുവ്യക്തമായ ഒരു വിധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം ജനപ്രതിനിധികൾക്ക് ആശ്രിത നിയമനത്തിന് അർഹതയില്ല എന്ന അർത്ഥത്തിൽ ആ വിധി നാം വായിക്കുമ്പോൾ സ്വാഭാവികമായും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഹൈക്കോടതിയിലേറ്റ പ്രഹരത്തിന് ശേഷം സുപ്രീം കോടതിയിൽ പോകരുതായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് തോന്നുന്നത്. അതിനു പകരം സുപ്രീം കോടതി പോയി സംസ്ഥാനത്തെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എടുത്തിട്ടുള്ള തീരുമാനം ഗവർണർ റാറ്റിഫൈ ചെയ്ത് നിയമമാക്കി സ്പെഷ്യൽ ഡെസിഗ്നേഷനിലൂടെ ആ തസ്തിക സൃഷ്ടിക്കുകയും ആ തസ്തികയിൽ ഒരാളെ, അതും ഒരു MLAയുടെ മകനെ നിയമിക്കുന്നത് വഴി സംഭവിച്ചിട്ടുള്ള ഒരു വലിയ അപാകത ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് മേൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ ലക്ഷോപലക്ഷം വരുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസകരവും ഒരുപക്ഷേ സംസ്ഥാന സർക്കാരിന് ക്ഷീണവും ഉണ്ടാക്കുന്ന ഒരു വിധി തന്നെയാണ്. പക്ഷെ ഇത് പറയുമ്പോൾ പോലും കഴിഞ്ഞ 8 കൊല്ലത്തെ കാലത്തെ സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുള്ള നിയമനങ്ങളുടെ കണക്കുകൾ പരിശോധിച്ചാൽ PSC വഴി പൊതുമേഖലാ സ്ഥാപനങ്ങൾ PSC വഴി എടുത്തിട്ടുള്ള നിയമനങ്ങൾ പരിശോധിച്ചാൽ തന്നെ നമുക്ക് വളരെ കൃത്യമായ കണക്കുണ്ട്. ആ കഴിഞ്ഞ 8 വർഷക്കാലം കൊണ്ട് സംസ്ഥാന സർക്കാർ നിയമിച്ചുള്ളതിനേക്കാൾ എത്രയോ കുറവായിരുന്നു മുൻകാലങ്ങളിൽ UDF ഗവൺമെന്റുകൾ നടത്തിയിട്ടുള്ള നിയമനങ്ങൾ എന്നതുകൂടി
ഓർക്കേണ്ട പശ്ചാത്തലമാണുള്ളത്. തൊഴിൽ നിയമനങ്ങളെ സംബന്ധിച്ച് കൃത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന നിയമനങ്ങൾ അതാതു സമയങ്ങളിൽ സമയബന്ധിതമായി നിയമിക്കുന്നതിന് ഈ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. അത് അഭിനന്ദനം അർഹിക്കുന്ന കാര്യം കൂടിയാണ്. ഒരുപക്ഷെ ഇത്തരത്തിൽ ചെറിയ പിശകുകൾ, ചെറിയ വാശികൾ സംസ്ഥാന സർക്കാർ ഉപേക്ഷിച്ചിരുന്നു എങ്കിൽ അത് കൂടുതൽ ഈ ഗവൺമെന്റിന് അനുഗ്രഹമാകേണ്ടതിന് പക്ഷെ അത് ചെറിയ പിശകോ ചെറിയ വാശികളോ ഒന്നുമല്ല, ഇത് ധാർഷ്ട്യം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ശ്രീ BN ഹസ്കർ. കാരണം ഇത് ഞങ്ങൾക്ക് തോന്നിയതുപോലെ ഞങ്ങൾ നിയമിക്കും, ആരുണ്ട് ചോദിക്കാൻ എന്നുള്ള രീതിയിലായിപ്പോയി. കാരണം ഇത് PSC റാങ്ക് ഹോൾഡേഴ്സ് പലതവണ ഇക്കാര്യം പറഞ്ഞതാണ്, ഇത് നിലനിൽക്കുന്ന കാര്യമല്ല എന്ന് നിയമവിദഗ്ധർ കാട്ടിയിട്ടുള്ളതാണ്. എന്നിട്ട് പോലും ഇത് മുഖവിലേക്കെടുക്കാൻ സർക്കാർ തയ്യാറായില്ല. ആ സമയത്ത് തന്നെയാണല്ലോ ഇവരുടെ വലിയ സമരം ഇവിടെ നടന്നത്, സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുട്ടിലിഴഞ്ഞുള്ള സമരം. അത് മാത്രമല്ല, എത്രയോ ദിവസങ്ങൾ ആ സമരം നീണ്ടു നിന്നു. അപ്പോഴൊക്കെ സർക്കാർ ഏതിന്റെ പണിപ്പുരയിലായിരുന്നു? ഇത്തരം പിൻവാതിൽ നിയമനങ്ങൾ, ആശ്രിത നിയമനങ്ങൾ, ബന്ധു നിയമനങ്ങൾ നടത്തുന്നതിന്റെ പണിപ്പുരയിലായിരുന്നു. സർക്കാരിന് ഒരു ബുദ്ധിമുട്ടും ഇക്കാര്യത്തിൽ തോന്നിയില്ലല്ലോ. അപ്പോൾ ഇത് ചെറിയ പിശകല്ല, ഇത് ഏറ്റുപറയേണ്ട തെറ്റ് തന്നെയാണ്. അല്ല, നിശ്ചയം അതാണല്ലോ സുപ്രീം കോടതി ഇപ്പൊ വിധി പറഞ്ഞ സാഹചര്യത്തിൽ സുപ്രീം കോടതിയുടെ വിധി രാജ്യത്താകമാനം ബാധകമാകുന്ന നിയമം എന്ന നിലയിൽ സ്വാഭാവികമായി സർക്കാരിനേറ്റ ഏറ്റവും വലിയ അപകടം തന്നെയാണിത്. അത് സർക്കാരിന് അപഖ്യാതി ഉണ്ടാക്കുന്ന ഒരു വിധി കൂടിയാണ്. അത് തുറന്ന് സമ്മതിക്കാതിരിക്കാൻ ഒരു നിർവാഹമില്ല. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. സംസ്ഥാന സർക്കാരിനേറ്റ പ്രഹരം തന്നെയാണിത്. അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. തെറ്റുകൾ ചെയ്യപ്പെടാത്ത മനുഷ്യരില്ല. മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഭരണകൂടങ്ങൾക്ക് സ്വാഭാവികമായി തെറ്റുകൾ പറ്റാം. ആ തെറ്റുകൾ ആരോടാണ്? അല്ലല്ല, ജോലിക്ക് വേണ്ടി മുട്ടിലെറിഞ്ഞ ആളുകളോടാണ്, ഉദ്യോഗാർത്ഥികളോടാണ് ആ തെറ്റ് ചെയ്തത്. അല്ല, നിങ്ങൾ ക്ഷമിക്കാനാവാത്ത തെറ്റാണത്. ഇവർ ചെയ്ത തെറ്റിന്റെ ഫലമായിട്ടാണ് ഞാൻ ഇന്നും കരിങ്കല്ല് ചുമക്കുന്നത്. KK രാമേന്ദ്രന്റെ മകന് MD ആയിട്ട് നിയമനം ലഭിക്കുകയും ചെയ്ത് എന്നെ പോലുള്ളവർ ഇന്നും കരിങ്കല്ല് ചുമക്കുക. ഇവർ ചെയ്ത തെറ്റിന്റെ ഫലമായിട്ടില്ല. അത്രയും വലിയ പോസ്റ്റ് അല്ല, പൊതുമരാമത്ത് വകുപ്പിൽ അസിസ്റ്റന്റ്. അല്ല, ഈ താഴെ LGS ഇതാണല്ലോ, LGS മുതൽ അങ്ങോട്ട് ഇതാണല്ലോ. അല്ല, അത് ആ തസ്തിക സൃഷ്ടിച്ചതൊരു സാഹചര്യത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ്. രാമേന്ദ്രൻ മരണപ്പെട്ടപ്പോൾ സ്വാഭാവികമായും ആ കുടുംബം നേരിടുന്ന പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ആ കുടുംബത്തെ സഹായിക്കുക എന്ന സതുദ്ദേശത്തോടു കൂടി ഗവൺമെന്റ് എടുത്തിട്ടുള്ള തീരുമാനമാണ്. ആ തീരുമാനത്തിന്റെ ദിശാബോധത്തിന്റെ പ്രശ്നമല്ല ഇവിടെ ഉദിക്കുന്നത്. ഒരു മിനിറ്റ് ഞാൻ ഒന്ന് ഇടപെടുകയാണ്. താങ്കൾ ദയവായി ക്ഷമിക്കുക, താങ്കളുടെ സമയമാണ്, ഞാനൊന്ന് ഇടപെടുകയാണ്. അപ്പോൾ താങ്കൾ പറഞ്ഞു ആ കുടുംബത്തിന്റെ പശ്ചാത്തലം ആലോചിച്ചുകൊണ്ട് അവർക്ക് നിയമനം കൊടുത്തു. അപ്പോൾ എൻ്റെ കുടുംബത്തിന്റെ പശ്ചാത്തലം താങ്കളൊന്ന് ആലോചിച്ചതിന് ശേഷം ഈ ഗവൺമെന്റ് ഒരു നിയമം പാസ്സാക്കി എനിക്കൊരു ജോലി തരാൻ നിങ്ങൾക്ക് സാധിക്കുമോ? എനിക്കും ഞാനായാലും KK രാമചന്ദ്രൻ നായർ, ബഹുമാനമുള്ള KK രാമചന്ദ്രൻ നായാലും ഞങ്ങളെല്ലാവരും ഭാരതത്തിലെ പൗരന്മാരാണല്ലോ. എനിക്കും അദ്ദേഹത്തിന് നിങ്ങൾക്കും ഒരേ നിയമമാണല്ലോ ഇവിടെ ഉള്ളത്. അപ്പോൾ എനിക്ക് ഒരു നിയമം പാസ്സാക്കി എൻ്റെ വീട്ടിലെ സാഹചര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. അപ്പോൾ എനിക്ക് വേണ്ടി ഒരു നിയമം പാസ്സാക്കി ഒരു ജോലി തരാൻ ഈ ഗവൺമെന്റ് തയ്യാറാവുമോ? എന്നെ പോലെയുള്ള ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ, ഇവിടെ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്, അവർക്ക് ഒരു നിയമം പാസ്സാക്കി നിങ്ങൾ ജോലി കൊടുക്കുമോ? അല്ല, താങ്കൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ പരീക്ഷ എഴുതി പാസ്സായി കഴിഞ്ഞാൽ അതിൽ താങ്കൾക്ക് നിയമനം ലഭിക്കും. അതിനൊരു തർക്കമില്ല. അപ്പൊ അദ്ദേഹത്തിന് യോഗ്യതയില്ലേ? എക്സാം എഴുതാനുള്ള യോഗ്യത അദ്ദേഹത്തിന് ഇല്ലേ? ബഹുമാനമുള്ള KK രാമചന്ദ്രൻ അദ്ദേഹത്തിന്റെ മകന് ആ യോഗ്യത ഇല്ലാത്ത ആളാണോ? പരീക്ഷ എഴുതാൻ യോഗ്യത ഇല്ലാത്ത മനുഷ്യനാണോ അദ്ദേഹം എന്നാണ് എന്റെ ചോദ്യം. പരീക്ഷ എഴുതാനൊക്കെ യോഗ്യതയുണ്ട്. ചില സാഹചര്യങ്ങളുടെ കൂടി സമ്മർദ്ദത്തിന്റെ ഞങ്ങളും സാഹചര്യം സമ്മർദ്ദപ്പെടുകയാണ്. അല്ല, അത് അങ്ങയുടെ സാഹചര്യം എന്തായാലും രാമേന്ദ്രൻ സാഹിബിന്റെ മകന്റെ സാഹചര്യവുമായി തുലനം ചെയ്യാനാവില്ല. അത് സംസ്ഥാന സർക്കാർ എടുത്തിട്ടുള്ള തീരുമാനമല്ലേ? അദ്ദേഹം അരിയാഹാരമല്ലേ കഴിക്കുന്നേ? അല്ല, അതൊക്കെ അത് കഴിച്ചോട്ടെ, അരിയാഹാരം കഴിച്ചോട്ടെ. താങ്കൾക്ക് എന്റെ സാഹചര്യം അറിയോ? താങ്കൾക്ക് എന്റെ സാഹചര്യം അറിയാവുന്ന മനുഷ്യനാണ്. അതെനിക്ക് അറിയേണ്ട കാര്യമില്ല വിഷ്ണു. താങ്കൾ ഇങ്ങനെ പറയുന്നത് സമയമാണ്. ലക്ഷക്കണക്കിന് വരുന്ന PSC ഉദ്യോഗാർത്ഥികളുടെ ഒരു പ്രതിനിധിയാണ്. ഈ സമരങ്ങളിലൊക്കെ മുൻനിരയിൽ നിന്നിട്ടുള്ള ആളുകൂടിയാണ് വിഷ്ണു. അദ്ദേഹത്തിന് വേണ്ടി മാത്രമല്ല, അദ്ദേഹത്തിന്റെ കൂടെ റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് വേണ്ടി കൂടി സമരം ചെയ്തയാളാണ് വിഷ്ണു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വൈകാരികമായ പ്രതികരണം വിഷ്ണുവിൽ നിന്നുണ്ടാവും. അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ശരി, രാമചന്ദ്രൻ നായരോട് നമുക്ക് എല്ലാവർക്കും ആദരവുണ്ട്, അദ്ദേഹത്തോട് ബഹുമാനമേ ഉള്ളൂ. പക്ഷേ അദ്ദേഹത്തിന്റെ മകന് PSC വഴി പരീക്ഷ എഴുതി ഇന്റർവ്യൂ കഴിഞ്ഞ് ജോലിയിൽ പ്രവേശിക്കാമല്ലോ. അതല്ലാതെ, അതായത് ഇവരെ പോലെ തന്നെ ചെയ്യാമല്ലോ. അതല്ലാതെ ഒരു ആശ്രിത നിയമനത്തിന് അർഹതയില്ലാത്ത ഒരാൾക്ക് സർക്കാർ ഇടപെട്ടൊരു പ്രത്യേക തസ്തിക ഉണ്ടാക്കി നിയമനം കൊടുക്കുന്നതിൽ അത് ശരിയല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സർക്കാരാണോ കേരളം ഭരിക്കുന്നത്? സ്വാഭാവികമായിട്ട് ഇത്തരം ചോദ്യങ്ങൾ വരും, ഇത്തരം ചോദ്യങ്ങൾ നേരിടേണ്ടി വരും. അല്ല, മഞ്ജുഷ, ക്യാബിനറ്റ് ഡിസിഷൻസ് എന്ന് പറയുന്നതിന് ഭരണഘടനാപരമായി ഒരു സംരക്ഷണമുള്ള ഡിസിഷൻസുകളാണ്.
സ്വാഭാവികമായും ഇപ്പോൾ വന്നിട്ടുള്ള വിധിയെ സംബന്ധിച്ച് വിധിയുടെ പകർപ്പ് വായിക്കാൻ എനിക്ക് ലഭിച്ചിരുന്നില്ല. ആ വിധിയുടെ പകർപ്പ് പരിശോധിച്ചതിന് ശേഷം ആ വിധിയിൽ ഏതെങ്കിലും അപാകത ഉണ്ടെങ്കിൽ അതിന്റെ ഭരണഘടനാ ബെഞ്ചിലേക്ക് അടക്കം പോകുന്നതിനെ സംബന്ധിച്ച് ഒരു സാഹചര്യം അതിൽ നിലവിലുണ്ട്. അതിൽ നിയമപ്രശ്നമുള്ളത് സംസ്ഥാന സർക്കാരുകളുടെ ക്യാബിനറ്റ് ഡിസിഷൻസിനെ എങ്ങനെ മറികടക്കാനാകും എന്നുള്ളതിന്റെ ചോദ്യമുണ്ട്. ആ ചോദ്യം ആണോ ഇനി ഒരുപക്ഷെ സുപ്രീം കോടതിയിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. മറിച്ച് ഒരു MLA-യുടെ മകന് അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയുടെ മകന് ആശ്രിത നിയമത്തിന് അവരുടെ ലീഗൽ ഹയേഴ്സിന് ആശ്രിത നിയമനത്തിന് അർഹതയുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ മാത്രമാണ് സുപ്രീം കോടതി ഇപ്പൊ പരിശോധിച്ചിട്ടുള്ളതെങ്കിൽ അതിൽ ഇപ്പോ വന്നിട്ടുള്ള വിധി രാജ്യത്താകമാനം ബാധകമാണ്. മറിച്ച് ഒരു മന്ത്രിസഭയുടെ തീരുമാനം, ഒരു ക്യാബിനറ്റ് ഡിസിഷൻ, ആ ക്യാബിനറ്റ് ഡിസിഷൻ ആണ് എങ്ങനെ ജുഡീഷ്യറിക്ക് റിവ്യൂ ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ സംബന്ധിച്ച് ആണോ നിയമപരമായി അവിടെ ചർച്ച ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് ആ വിധിന്യായം ലഭിക്കാത്തിടത്തോളം കാലം അതിനെ സംബന്ധിച്ച് നമുക്കിപ്പോ ഒരു കാര്യം പറയാൻ കഴിയില്ല. ക്യാബിനറ്റിന്റെ സവിശേഷമായ അധികാരമുണ്ട്. ആ ക്യാബിനറ്റിന്റെ സവിശേഷ അധികാരം ഉപയോഗിച്ച് ഒരു തസ്തിക സൃഷ്ടിക്കുകയും ആ തസ്തികയിൽ അവർക്ക് ജോലി ലഭിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ആദ്യമായി സംസ്ഥാനത്ത് നടക്കുന്ന ഒരു സംഭവവികാസമല്ല. അത് പലപ്പോഴും പല ഘട്ടങ്ങളിൽ പല ആളുകളുടെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് സംസ്ഥാന സർക്കാർ എടുത്തിട്ടുണ്ട്. അത് പക്ഷെ ഇവിടെ അങ്ങനെ എടുക്കുവാനും അതിനെ സാധൂകരിക്കുന്ന രീതിയിൽ ഒരു കാര്യം ഇല്ലായിരുന്നു. ഇപ്പോൾ KK രാമചന്ദ്രൻ നായർ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മകന് ജോലി കൊടുക്കുവാനുള്ള സവിശേഷമായ ഒരു സാഹചര്യം എന്താണ് എന്ന്, അതിന് പകരം ഒരു ആശ്രിത നിയമനം എന്ന ലേബലിൽ തന്നെയാണ് ഈ ജോലി നൽകിയിരിക്കുന്നത്. ആശ്രിത നിയമനം എന്ന് പറയുമ്പോൾ സർക്കാർ ജീവനക്കാർ ജോലിയിൽ ഇരിക്കെ മരണപ്പെടുമ്പോൾ മക്കൾക്ക് നൽകുന്നതാണല്ലോ. അതിന്റെ ബലത്തിലാണ് ഇങ്ങനെ ഒരു ജോലി കൊടുത്തിരിക്കുന്നത്. അതിന്റെ സാധുത തന്നെയാണ് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്ത് ഹൈക്കോടതി പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അത് നടപ്പിലാവുകയാണെങ്കിൽ കേരളത്തിൽ പഞ്ചായത്ത് തലത്തിൽ പോലും ജനപ്രതിനിധികളുടെ മക്കൾക്ക് അങ്ങനെ ജോലി നൽകേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി റദ്ദ് ചെയ്ത സർക്കാരിന്റെ നിയമനം. സ്വാഭാവികമായിട്ടും സുപ്രീം കോടതിയിൽ അത് തന്നെയാണ് ഉയർന്നു വന്നത്. വിധിപ്പകർപ്പ് വന്നിട്ടില്ല. വിധിപ്പകർപ്പ് വരുമ്പോൾ അതിൽ സർക്കാരിനെ ബാധിക്കുന്ന രീതിയിൽ അതിരൂക്ഷമായ വിമർശനങ്ങൾ പോലും ഉണ്ടാകുമോ എന്നുള്ളതാണ് കാത്തിരിക്കുന്നത് അഡ്വക്കേറ്റ് BN ഹസ്കർ. ശ്രീ ശശികുമാർ സാർ, ഇതിൽ ഈ ഒരു പോയിന്റിലേക്ക് മാത്രമല്ലേ ഇതുവരെ നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് വാദവും പോയിട്ടുള്ളൂ. അതായത് ആശ്രിത നിയമനത്തിന്റെ പരിധിയിൽ വരുന്നതല്ല ഒരു MLA-യുടെ മകന് ജോലി കൊടുക്കുന്നത്. സർക്കാർ അങ്ങനെ ഒരു കാര്യം ചെയ്തു, അത് അംഗീകരിക്കാൻ പറ്റില്ല. അല്ല, ഇപ്പോൾ ഹക്സർ പറഞ്ഞത് ഈ മന്ത്രിസഭയ്ക്ക് എന്തും ചെയ്യാനുള്ള അധികാരമുണ്ടെന്ന് കേട്ടപ്പോൾ അതിശയിച്ചു പോവുകയാണ്. മന്ത്രിസഭയ്ക്ക് അങ്ങനെ എന്തും ചെയ്യാനുള്ള അധികാരമൊന്നുമില്ല. മന്ത്രിസഭയ്ക്ക് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തിനെ അടിസ്ഥാനപ്പെടുത്തി തീരുമാനമെടുക്കാനേ അധികാരമുള്ളൂ. നാളെ സെക്രട്ടേറിയറ്റിന്റെ സൗത്ത് അനക്സ് AK സെന്ററിന് ഒരു അനക്സായിട്ട് എഴുതി കൊടുക്കാൻ തീരുമാനിക്കാൻ ക്യാബിനറ്റ് കൂടി തീരുമാനിക്കാൻ പറ്റുമോ? സർവകലാശാല ഓഫീസ് AK സെന്ററിന്റെ ഭാഗമാക്കാൻ അല്ലെങ്കിൽ CPM-ന്റെ ഓഫീസാക്കാൻ തീരുമാനിക്കാൻ പറ്റുമോ? അപ്പം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ചില വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകൾ അറിഞ്ഞുകൂടാത്തവരല്ല നമ്മുടെ മന്ത്രിമാരും നമ്മുടെ ചീഫ് സെക്രട്ടറിയോടുള്ള ഉദ്യോഗസ്ഥന്മാർ. ഇവിടെ സംഭവിച്ചെന്താ, ഞാൻ തന്നെയാണ് ആദ്യം ഇത് സംബന്ധിച്ച് വിവരാവകാശം കൊടുത്തിരുന്നത്. 2018 ക്യാബിനറ്റ് തീരുമാനമെടുത്ത് ഉടൻ തന്നെ വിവരാവകാശം കൊടുത്തു. ക്യാബിനറ്റിന്റെ കുറിപ്പിന്റെ പകർപ്പ് വേണം. വിവരാവകാശം തന്നപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ, രാമചന്ദ്രൻ നായരുടെ മരണത്തിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ കുടുംബത്തിനുണ്ടായിരിക്കുന്ന എല്ലാ വായ്പത്തുകകളും ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുക്കാൻ തീരുമാനിക്കുന്നു. അദ്ദേഹത്തിന്റെ മകന്റെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള സർക്കാർ ജോലി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇങ്ങനെയാണോ ഒരു തീരുമാനമെടുക്കേണ്ടത്? ഇതിന് അജണ്ടയില്ല. ഇത് ഔട്ട് ഓഫ് അജണ്ട ആയിട്ട് വന്നതാണ്. ഇത് ക്യാബിനറ്റ് നോട്ടായിട്ട് വന്നതല്ല. ക്യാബിനറ്റ് ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ സെക്രട്ടറിയുടെ ഉദ്യോഗസ്ഥന്മാർ പരിശോധിച്ച് വന്നതല്ല. അവിടെ ഞങ്ങൾ കൂടിയിരുന്ന് തീരുമാനിക്കും. കാരണം സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ മന്ത്രിസഭ അല്ലെങ്കിൽ കേരളത്തിനെ ഞങ്ങൾക്ക് തീരെഴുതി തന്നിരിക്കുകയാണെന്ന രീതിയിൽ പിണറായി വിജയനും കുറെ മന്ത്രിമാരുടെ വളഞ്ഞത് തീരുമാനിക്കുന്നു. നമ്മുടെ സുഹൃത്ത് രാമചന്ദ്രൻ നായർക്ക് വീട്ടിൽ വലിയ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ വിഷ്ണു പറഞ്ഞ പോലെ ബുദ്ധിമുട്ടുള്ളവർ ഒരുപാട് പേരുണ്ട്. ആ ബുദ്ധിമുട്ടുള്ളവരെല്ലാം സഹായിക്കാൻ വേണ്ടി ക്യാബിനറ്റ് വളഞ്ഞത് തീരുമാനിക്കാൻ പറ്റുമോ? ഇവിടെ ചില വ്യവസ്ഥകളുണ്ട്. അങ്ങനെ രാമചന്ദ്രൻ വാസ്തവത്തിൽ എനിക്ക് പ്രയാസമുണ്ട്. രാമചന്ദ്രൻ നായർ എന്ന് പറയുന്ന വളരെ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന വളരെ സാത്വികനായ ഒരു സത്യസന്ധനായ MLA ആണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ കടങ്ങളും കാര്യങ്ങളും വന്നത്. ആ കടം നമ്മുടെ ദുരിതമാണോ എന്നേ ഞാൻ ചോദിച്ചുള്ളൂ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകന് ജോലി കൊടുക്കണമെന്നുണ്ടെങ്കിൽ AK സെന്ററിൽ മാനേജരായിട്ട് കൊടുക്കാം, ദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്ററായിട്ട് കൊടുക്കാം. അതല്ലാതെ സെക്രട്ടറി നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ ഒരു ജോലി കൊടുക്കാൻ ചില വ്യവസ്ഥകളുണ്ട്. അതിനുശേഷം തന്നെ അന്വേഷിച്ചു എന്താ, അദ്ദേഹം BTech പാസ്സായി.
ബിടെക് പാസ്സായി കഴിഞ്ഞപ്പോൾ ബിടെക് ഒരു പ്രൈവറ്റ് കോളേജിൽ നിന്ന് സെക്കൻഡ് ക്ലാസ്സായിട്ട് പാസ്സായി. അയാളെ അസിസ്റ്റന്റ് എഞ്ചിനീയറായിട്ട് നിയമിക്കാൻ തീരുമാനിക്കുന്നു. നമ്മുടെ ഇവിടെ ഡൈൻഹാറിന് കീഴിലുള്ളത് ആർക്കാ? സർക്കാർ ജീവനക്കാർക്ക് മാത്രമേ ഉള്ളൂ. സർക്കാർ ജീവനക്കാരിക്കുമ്പോൾ അയാളുടെ ആദ്യതക്ക് അതും ക്ലാസ് 3 ഉം 4 ആയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ക്ലാസ് 2 പോസ്റ്റിലോട് കൊടുക്കാൻ പറ്റത്തില്ല അവർക്ക് പോലും. അവിടെയാണ് MLA മകനായതുകൊണ്ട് ഗസറ്റഡ് പോസ്റ്റിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായിട്ട് കൊടുക്കുന്നു പറഞ്ഞാൽ ഇവിടെ എംടെക്കും എഞ്ചിനീയറിംഗിലും PhD എടുത്തിട്ടുള്ളവർ കാത്തു നിൽക്കുകയാണ് ഓവർസിയർ ആകാൻ, അല്ലെങ്കിൽ ഒരു സൂപ്രണ്ടായിട്ട് ജോലി കിട്ടാൻ. അപ്പോഴാണ് 2 വർഷം MLA ആയിരുന്ന ഒരാളുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആക്കുക. 10 വർഷം കഴിയുമ്പോൾ നമ്മുടെ കേരളത്തിലെ എഞ്ചിനീയറാണ്. ഇതൊന്നും അറിയാത്ത ഒന്നുകിൽ മന്ത്രിമാർക്ക് അറിയണം, അല്ലെങ്കിൽ മന്ത്രിമാരുടെ അവിടെ ഇരിക്കുന്ന ഈ ചീഫ് സെക്രട്ടറിക്ക് ഉണ്ടാകാൻ കഴിയില്ല. കാരണം അത് കഴിഞ്ഞ ഉടനെ അദ്ദേഹം അടുത്തൊരു റീ എംപ്ലോയ്മെന്റ് വാങ്ങിച്ച് അടുത്തൊരു പോസ്റ്റിൽ വരാനിരിക്കുന്ന കുറെ ചീഫ് സെക്രട്ടറിമാരാണ്. അപ്പൊ ഇത്തരത്തിലുള്ള തോന്നിയാസങ്ങൾ ഈ ഗവൺമെന്റ് കാണിച്ചപ്പോൾ വിജയന് കുടുംബത്തിന് 20 ലക്ഷം രൂപ കൊടുത്തു. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. സാങ്കേതികമായ ചില പ്രശ്നങ്ങളുണ്ട്. ശ്രീ അഡ്വക്കേറ്റ് BN ഹസ്കർ, ഈ ക്യാബിനറ്റ് തീരുമാനം അത് തിരുത്തുവാൻ പറ്റുന്നതല്ല എന്നൊക്കെ പറയുമ്പോഴും ശ്രീ RS ശശികുമാർ പറഞ്ഞ ഉദാഹരണങ്ങളുണ്ടല്ലോ. അങ്ങനെ ഏത് തീരുമാനവും എടുക്കാനൊന്നും മന്ത്രിസഭയ്ക്ക് അധികാരമില്ല. മഞ്ജുഷ, അങ്ങനെയല്ല. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 163 പ്രകാരം കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എടുത്തിട്ടുള്ള നിയമപരമായിട്ടുള്ള എന്തു തീരുമാനത്തെയും കോടതി മുഖാന്തരം ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ഭരണഘടന നൽകുന്ന, സംസ്ഥാന സർക്കാരിന് നൽകുന്ന, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്, ക്യാബിനറ്റിന് നൽകുന്ന അധികാര പരിധിയാണ്. അപ്പോൾ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എടുത്തിട്ടുള്ള തീരുമാനമാണ് സ്വാഭാവികമായും രാമേന്ദ്രൻ നായരുടെ മകന് ഇത്തരമൊരു തൊഴിൽ കൊടുക്കുന്നതിനുള്ള സാധ്യത ആരാഞ്ഞുകൊണ്ട് തീരുമാനം എടുത്തിട്ടുള്ളത്. അപ്പോ അത് ഗവർണർ കൂടി ഒപ്പുവെച്ചതോടുകൂടി ആ തീരുമാനം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞിരുന്നു. സ്വാഭാവികമായും അതിനെ സംബന്ധിച്ചൊരു തർക്കം ഹൈക്കോടതി മുമ്പാകെ അതിന്റെ നിയമപ്രശ്നം ഉദിക്കുകയും ആ നിയമപ്രശ്നത്തിൽ ഹൈക്കോടതി പരിഗണിച്ചത് ആശ്രിത നിയമനത്തിന് MLA-മാരുടെ അല്ലെങ്കിൽ ജനപ്രതിനിധികളുടെ മക്കൾക്ക് അവകാശമുണ്ടോ എന്നുള്ള ചോദ്യമാണ്. സ്വാഭാവികമായും ഇല്ല എന്ന് തന്നെയാണ്. പബ്ലിക് സർവന്റ് എന്ന നിർവചനത്തിൽ ഒരു തരത്തിലും ജനപ്രതിനിധികൾ വരാത്തിടത്തോളം കാലം പബ്ലിക് സർവന്റ് നിർവചനത്തിൽ വരാതിരിക്കുന്ന ജനപ്രതിനിധികളുടെ മരണത്തെ തുടർന്ന് അവരുടെ അനന്തരാവകാശികളെ ആശ്രിത നിയമനം നടത്തുന്നതിന് നിയമപരമായി ഒരു സാധ്യതയുമില്ല എന്നുള്ള കണ്ടെത്തലാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നടത്തിയിട്ടുള്ളത്. ഒരുപക്ഷെ അതിനു പകരം അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ടിട്ടാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ തീരുമാനത്തെ ഏതെങ്കിലും തരത്തിൽ കോടതികൾക്ക് ഇടപെടാൻ കഴിയുമോ എന്നുള്ള നിയമപ്രശ്നം ആണോ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളതെന്ന് എന്ത് നിയമപ്രശ്നമാണെങ്കിലും ഇത് PSC ഉദ്യോഗാർത്ഥികളെ വെല്ലുവിളിച്ചുകൊണ്ട് സർക്കാർ മന്ത്രിസഭ എടുത്ത ഒരു തീരുമാനമായിരുന്നു ഇത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ മന്ത്രിസഭ ഈ തെറ്റേറ്റു പറയേണ്ടതുമാണ്. ഞങ്ങൾ എടുത്ത ഒരു തീരുമാനം സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. ഇവിടുത്തെ ഉദ്യോഗാർത്ഥികൾ വഴിനീള സമരം നടത്തുന്ന സമയത്ത് ഞങ്ങളുടെ സഖാവിന് സഖാവിന്റെ കുടുംബത്തിൽപ്പെട്ടയാൾക്ക് ഞങ്ങളൊരു ജോലി കൊടുത്തു. അതാരും ചോദിക്കേണ്ട എന്നുള്ള രീതിയിലായിരുന്നുവല്ലോ സർക്കാരിന്റെ പെരുമാറ്റം. കാരണം എത്രയോ തവണ ഈ വിഷയം ഉന്നയിച്ചതാണ്. അപ്പോഴെല്ലാം സർക്കാർ ഒരു കണക്കുമായിട്ട് വരും, ഏറ്റവും കൂടുതൽ PSC നിയമനങ്ങൾ നടത്തിയത് ഞങ്ങളാണ് എന്ന്. ആ വാദമാണല്ലോ എപ്പോഴും ഉന്നയിക്കുന്നത്. സർക്കാരിന്റെ കയ്യിലൊരു കണക്കുണ്ട്. ആ കണക്കൊന്നും അല്ല PSC ഉദ്യോഗാർത്ഥികളുടെ കയ്യിലുള്ളത്. അതിവിടെ വായിക്കുകയും ചെയ്തിട്ടുണ്ട് വിഷ്ണു. ഹസ്കർ പറഞ്ഞ കാര്യം ക്യാബിനറ്റ് എടുത്ത തീരുമാനമായിരുന്നു എന്ന്. പ്രിയപ്പെട്ട ഇടത് സഹയാർത്ഥി, അദ്ദേഹം ഒരു ബഹുമാനമുണ്ട്. എന്നാലും ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത്, ഈ ക്യാബിനറ്റൊക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? എന്നെയും താങ്കളെയും പോലെയുള്ള ആളുകൾ, ജനങ്ങൾ, ഇവിടുത്തെ പൊതുജനങ്ങൾ വോട്ട് ചെയ്താണ് MLA-മാർ, അങ്ങനെയാണ് ക്യാബിനറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ക്യാബിനറ്റ് പറന്നിറങ്ങിയതല്ലോ. ഈ ക്യാബിനറ്റിന് എന്തും ചെയ്യാൻ അധികാരമൊന്നുമില്ല. ഇവിടുത്തെ ജനങ്ങൾ കൊടുക്കുന്ന വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്യാബിനറ്റും മന്ത്രിമാരും MLA-മാരൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അവർ മരിക്കുമ്പോൾ അവരുടെ ബന്ധുക്കൾക്ക് സർക്കാർ ജോലി കൊടുക്കണമെന്ന് അവർ തന്നെ ഒരു മാനദണ്ഡം ഉണ്ടാക്കി അതിന് വേണ്ടിയിട്ട് നിയമനം കൊടുത്തു. അതാ ഗസറ്റഡ് പോസ്റ്റാണ്. ഗസറ്റഡ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ പോസ്റ്റ്? ഗസറ്റഡ് പോസ്റ്റ് ഒരു എക്സാം എഴുതിയെടുക്കാൻ ഇത്തിരി പാടുണ്ട്. അപ്പോൾ ചുളുവിലൊരു ഗസറ്റഡ് പോസ്റ്റും കൈക്കലാക്കി ഒരു MLA-യുടെ മകൻ അങ്ങനെ വിലസിയിരിക്കുമ്പോൾ അതെങ്ങനെ നടപ്പാക്കാൻ സാധിക്കുക? പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം ഇവിടെ പറഞ്ഞു ഭരണഘടനയിലുണ്ട് ക്യാബിനറ്റ് പാസ്സാക്കിയാൽ കൂടെ. താങ്കൾ ഒരു മിനിമം കാര്യമെങ്കിലും മനസ്സിലാക്കണം. പൊതു നിയമനങ്ങളിൽ അവസര സമത്വം എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. പൊതു നിയമനങ്ങളിൽ അവസര സമത്വം എന്നുള്ളത് അതിപ്പോൾ ഇവിടുത്തെ ക്യാബിനറ്റ് പാസ്സാക്കിയെന്ന് പറഞ്ഞാൽ അങ്ങനെ കൊടുക്കാൻ സാധിക്കത്തില്ല. അത് തന്നെയാണ് ഇന്ന് രാജ്യത്തിൻ്റെ പരമോന്നത കോടതി നിങ്ങളെ ഗവൺമെൻറ്റിനെ മുഖത്ത് നോക്കി പറഞ്ഞത്. നിങ്ങൾ നടത്തുന്ന പിൻവാതിൽ നിയമനങ്ങളും
നിങ്ങൾ നടത്തുന്ന ആശ്രിത നിയമനങ്ങളും നിയമവിരുദ്ധമാണ്. രാജ്യം നടപ്പിലാക്കിയിട്ടുള്ള ഭരണഘടനാ വിരുദ്ധമായ തീരുമാനങ്ങളും നിയമനങ്ങളുമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ താങ്കൾ അല്പം മുമ്പ് ഇവിടെ പറഞ്ഞു ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും നടക്കുന്നതിനേക്കാൾ നിയമനം ഇവിടെ നടക്കുന്നുണ്ടെന്ന്. അത് ഞാൻ അംഗീകരിക്കുന്നു. എങ്ങനെ അംഗീകരിക്കുന്നത്? നിങ്ങൾ നടത്തുന്ന നിയമനം പിൻവാതിൽ നിയമനമാണ്. പിൻവാതിൽ നിയമനം. നിങ്ങളുടെ ഗവൺമെന്റ് വന്നതിന് ശേഷം പിൻവാതിൽ നിയമനം എത്ര നടത്തിയെന്ന് നിങ്ങൾ അറിയണോ? 1,90,000 പിൻവാതിൽ നിയമനങ്ങൾ ഈ ഇടതുപക്ഷ ഗവൺമെന്റ് ഒന്നാം ഗവൺമെന്റ് നടത്തിയിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ 1,90,000 പാവപ്പെട്ട ഉദ്യോഗാർത്ഥികൾ കോച്ചിങ് സെന്ററുകളിൽ പോയി ആയിരക്കണക്കിന് രൂപ ഫീസ് കൊടുത്ത് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അവകാശപ്പെട്ട ജോലി നിങ്ങളുടെ ആളുകൾ കൈക്കലാക്കിയിരിക്കുകയാണ് പിൻവാതിൽ നിയമനം വഴി. അതുപോലെ തന്നെ ആശ്രിത നിയമനത്തിൽ തൊഴിൽ കൊടുക്കാനാണെങ്കിലും ആശ്രിത നിയമനം എങ്ങനെ നടത്തുന്നത്? ആശ്രിത നിയമനം നടത്തുന്നതിലേക്ക് വേണ്ടി നിങ്ങൾ എന്താ ചെയ്യുന്നറിയോ? നിങ്ങൾ PSCയിലേക്ക് വേണ്ടി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യില്ല. PSCക്ക് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാതെ പുതിയ തസ്തിക സൃഷ്ടിച്ച് ആശ്രിത നിയമനം കൊടുക്കുകയാണ്. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും നിങ്ങൾ ചെയ്യുന്ന പരിപാടി ഇത് തന്നെയാണ്. ഇതിനെതിരെ ശക്തമായ നിയമ പോരാട്ടമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. താങ്കളെ വീട്ടിൽ 2 കുട്ടികളുണ്ടെങ്കിൽ താങ്കൾ അവരെ ഒരു കോച്ചിങ് സെന്ററിൽ പഠിക്കാൻ പറഞ്ഞു വിടണം. പകലന്തിയോളം പഠിച്ച് ഒരു ജോലി വാങ്ങുന്നതാണ് അംഗീകാരം. അല്ലാതെ ഒരു ഗവൺമെന്റിൽ സ്വാധീനമുണ്ട് എന്ന് കരുതി പിൻവാതിൽ വഴി നിയമനം നേടുന്നത് പാവപ്പെട്ട ഉദ്യോഗാർത്ഥികളെ മുഖത്ത് നോക്കി നിങ്ങൾ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. ശരി, താങ്കൾ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ശ്രീ ശശികുമാർ ചില സാങ്കേതിക പ്രശ്നമുണ്ടായത്. ഇതിൽ ഒറ്റ ചോദ്യമേ സുപ്രീം കോടതി ചോദിച്ചിട്ടുള്ളൂ. അത് നേരത്തെ ഹൈക്കോടതിയും ചോദിച്ചതാണ്. ആശ്രിത നിയമനം അത് ചട്ടമുള്ളതാണ്. അക്കാര്യത്തിൽ ആശ്രിത നിയമനത്തിന് KK രാമചന്ദ്രൻ നായരുടെ മകന് അർഹതയുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പോൾ സർക്കാർ പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് യോഗ്യതയുണ്ട് എന്നാണ്. അതായത് ഈ തസ്തികയിലേക്ക് വരുവാനുള്ള യോഗ്യതയാണ് സർക്കാർ സത്യവാങ്മൂലത്തിലൂടെ ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടിക്കൊണ്ടുള്ള ഒരു മറുപടിയല്ലേ സർക്കാർ എല്ലാ സമയത്തും ഈ കേസിന്റെ വാദമുഖത്തിനിടെ പറഞ്ഞത്? യോഗ്യത എന്ന് പറയുമ്പോൾ പരീക്ഷ എഴുതി ഇന്റർവ്യൂ കഴിഞ്ഞ് ഈ ജോലി സമ്പാദിക്കുവാനുള്ള യോഗ്യതയാണല്ലോ. അടിസ്ഥാന യോഗ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ആ ഒരു വാദത്തിൽ സർക്കാർ കടിച്ചു തൂങ്ങിയത് തന്നെ എന്തിനു വേണ്ടിയായിരുന്നു? ഇത് മുഖ്യമന്ത്രിക്ക് പത്രസമ്മേളനത്തിൽ പറയാൻ കൊള്ളാവുന്നേ ഉള്ളൂ. രാമേന്ദ്രൻ നാട മോൻ യോഗ്യനാണ്. എല്ലാവരും മിനിമം ക്വാളിഫിക്കേഷൻ ഉള്ളവരാ. മിനിമം ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കെല്ലാം സർക്കാർ ജോലി കൊടുക്കാൻ പറ്റുമോ? അത് കോമ്പറ്റേറ്റീവ് ടെസ്റ്റിൽ വളരെ മിടുക്കന്മാർ. ഇവിടെ BTech സെക്കൻഡ് ക്ലാസ് പാസ്സായ ഒരു സ്വാശ്രയ കോളേജിൽ നിന്നും പാസ്സായ അതോടുകൂടി മിനിമം ക്വാളിഫിക്കേഷനായി. ഇവിടെ ഞാൻ അതാ സൂചിപ്പിച്ചത്, MTechഉം PhD എടുത്തിട്ടുള്ളവരെ തൊഴിലില്ലാതെ നിൽക്കുകയാണ്. അപ്പോഴാണ് അസിസ്റ്റന്റ് എഞ്ചിനീയറായിട്ട് വരുന്നത്. PSCയിലെ ഒരു ഇന്റർവ്യൂ നടത്തിയാൽ ഇദ്ദേഹത്തിന് ലോ ഡിവിഷൻ ക്ലാർക്കായിട്ട് ജോലി കിട്ടത്തില്ലല്ലോ. അപ്പോൾ PSCയെ നോക്കുകുത്തിയായിക്കൊണ്ട് ഇവിടെയുള്ള തൊഴിലില്ലാത്ത അഭ്യസ്തവിദ്യരായ മിടുക്കന്മാരെ പുറത്താക്കിക്കൊണ്ടാണ് ക്യാബിനറ്റിന് പൂർണ്ണ അധികാരമുണ്ട് എന്ന് വെച്ച് എന്തും ചെയ്യാം എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് രാമേന്ദ്രൻ നായരുടെ മകന്റെ നിയമനം. ഇത് ഞാൻ ചോട്ടെ, ഇതിനു മുമ്പ് എത്രയോ സർക്കാർ ഇരുന്നല്ലോ, CPMന്റെ സർക്കാരുകൾ ഇരുന്നല്ലോ. അവരാരും തന്നെ ഇത്തരത്തിൽ മരണപ്പെട്ട MLAയുടെയോ മന്ത്രിയുടെയോ ഭാര്യയ്ക്ക് ജോലി കൊടുത്തിട്ടില്ലല്ലോ. ഇപ്പോഴെന്താ ഒരു പുതിയ ഭൂതി? കാരണം ഞങ്ങൾക്ക് എന്തും ചെയ്യാം. ഇവിടെ നേരത്തെ ഹക്സർ പറഞ്ഞ മന്ത്രിസഭയ്ക്ക് പരമാധികാരമാണ്. ആരെ എന്തും ചെയ്യാനുള്ള അധികാരമുണ്ടെന്നുള്ള അഹങ്കാരം ഈ ഗവൺമെന്റ് വന്നതിന്റെ തുടക്കമാണ്. 1. 2, ഇത് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? KV വിജയദാസ് എന്ന് പറയുന്ന കൊങ്ങാട് MLA മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മകന് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്, സർക്കാരിന്റെ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഡിറ്ററായിട്ട് നിയമനം കൊടുത്തിരിക്കുന്നു. വളരെ ഗുരുതരമായ വീഴ്ചയല്ലേ? ഇനി ഇത് തുടരും. ഇപ്പോൾ ഈ രീതിയിൽ ഇപ്പോൾ സുപ്രീം കോടതി ഇത്തരത്തിലൊരു തീരുമാനമെടുത്തില്ലായിരുന്നുവെങ്കിൽ കേരള സബോർഡിനേറ്റ് സർവീസ് ചട്ടം നിലവിലുണ്ടല്ലോ. അതിലെ 39 അനുസരിച്ച് ആശ്രിത നിയമനത്തിന് വ്യവസ്ഥ നൽകുന്നുണ്ട്. അപ്പോൾ മന്ത്രിസഭ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് ഈ പൊതുജനസേവകർ എന്ന പരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണല്ലോ സർക്കാർ ജീവനക്കാർ മരിച്ചാലും ആശ്രിത നിയമനം നൽകുന്നത്. സർക്കാർ ജീവനക്കാർ മരിച്ചാൽ ആശ്രിത നിയമനം നൽകുന്നത്. അപ്പോൾ അതിന്റെ പരിധിയിലേക്ക് ജനപ്രതിനിധികളെയും കൊണ്ടുവരുവാനുള്ള ഒരു തന്ത്രമായിരുന്നു സർക്കാർ പയറ്റിയത്. മന്ത്രിസഭയുടെ തീരുമാനം കൂടിയായതിനാൽ മന്ത്രിസഭാ തീരുമാനം കോടതി നിരസിച്ചില്ല എങ്കിൽ ആ ചട്ടത്തിലേക്ക്, ഈ 39ാം ചട്ടത്തിലേക്ക് ഇതുകൂടി കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ഒരു വളഞ്ഞ വഴിയാണോ സർക്കാർ ഇവിടെ നോക്കിയത് പിൻവാതിൽ നിയമനം സാധൂകരിച്ച് കിട്ടുന്നതിന് വേണ്ടി? യെസ്, തന്നെ 39ാം വകുപ്പ് അനുസരിച്ച് ഇവിടെയുള്ള പബ്ലിക് സർവന്റ് എന്ന നിലയിൽ നമ്മുടെ MLAമാരെ മാത്രമല്ല, നാളെ പഞ്ചായത്ത് മെമ്പറുടെ ഭാര്യയും മക്കളും ഭാര്യ മരിച്ചാലും അത് പഞ്ചായത്ത് മെമ്പർ മരിച്ചാലും ഭാര്യയ്ക്കും മക്കൾക്കും ജോലി കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും. അപ്പോൾ പിന്നെ PSC നിയമനം വേണ്ടല്ലോ. ഒരു ജനപ്രതിനിധി ആയിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതം സേഫായി. ഇവിടെ പഠിച്ച പിള്ളേരുടെ സ്ഥിതി എന്താ? ഈ നേരത്തെ വിഷ്ണു പറഞ്ഞതുപോലെ 1 ലക്ഷം ഇവിടെ ഹക്സർ പറഞ്ഞു
PSC മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ പേർക്ക് ഇത് സ്ഥിരമായിട്ട് പറയാറുള്ളതാണ്. കാര്യം എന്താ, ഇവിടെ കൂടുതൽ തൊഴിലവസരം വരുമ്പം കൂടുതൽ നിയമനങ്ങൾ നടത്തേണ്ടി വരും. 1,60,80,000 പേര് പിൻവാതിലൂടി ഡെയിലി വേജസ് ആയിട്ട് യാതൊരു എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പോലും നോക്കുകുത്തിയായിക്കൊണ്ട് നിയമനം നടത്തിയായിട്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് തന്നെ പറഞ്ഞിരിക്കുക. ഈ നിയമനങ്ങളെല്ലാം ആർക്ക് കിട്ടേണ്ടതാണ്? ഇതെല്ലാം തന്നെ സ്വന്തക്കാർക്ക് വേണ്ടി വീതം വച്ചിരിക്കുന്നു. MLA-മാരുടെയും മന്ത്രിമാരുടെയും ഭാര്യമാരുടെ നിയമനങ്ങളെല്ലാം യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസർമാരായിട്ട് നിയമിച്ചിരിക്കുന്നു. അതിന്റെ ഭാഗം തന്നെയാണ് ഇപ്പോൾ MLA-മാർക്ക് ജോലി കൊടുക്കാൻ തീരുമാനിച്ചത്. ഇപ്പോൾ ഈ വിജയദാസിന്റെ മകന്റെ നിയമനം തെറ്റല്ലേ? ഇത് ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ PT തോമസിന്റെ മക്കൾക്ക് ജോലി കൊടുക്കായിരുന്നല്ലോ. അദ്ദേഹം ഈ അടുത്ത കാലത്ത് മരണപ്പെട്ട ഒരു MLA ആണല്ലോ. അപ്പോൾ അത് ആവശ്യപ്പെട്ടില്ല. അപ്പോൾ ഇവരാവശ്യപ്പെട്ട് ക്യാബിനറ്റിൽ വയ്ക്കുന്നു, തീരുമാനമെടുക്കുന്നു. കാരണം ഞങ്ങളുടെ പാർട്ടിക്കാരാണ്, ഞങ്ങളുടെ പാർട്ടിക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളുടെ സർക്കാർ നിലയിൽ പോയാൽ ഈ കേരളത്തിന്റെ അവസ്ഥ എന്താ? ഇത് മുൻപുള്ള ഭരണം ഗവൺമെന്റുകൾക്ക് അറിയില്ലാത്തതുകൊണ്ടാണോ? അത് ചെയ്യാൻ പാടില്ല. ഇതിന് ചില നിയമങ്ങളുണ്ട്. അങ്ങനെ ഇതാ ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മുടെ അർജുനൻ, ലോറി ഡ്രൈവർ അർജുനൻ മരിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ജോലി കൊടുത്ത കോപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ്. സൊസൈറ്റി ജോലി കൊടുക്കാം, അവിടെ ഗവൺമെന്റ് ഡയറക്ഷൻ കൊടുക്കുന്നു, ആ സൊസൈറ്റി ബോർഡ് കൂടി തീരുമാനിച്ച് നിയമനം കൊടുക്കാം. അതുപോലെ സർക്കാരിന്റെ ഏറ്റവും വളരെ ഉയർന്ന ഒരു തസ്തികയിലേക്ക് ഒരു MLA-യുടെ മകനായിട്ട് ജോലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരിക്കലും അംഗീകരിക്കപ്പെടാൻ പാടില്ല. പക്ഷേ ലോകായുക്തയ്ക്ക് ആ നിയമം എഴുതിയെടുക്കാൻ കഴിയില്ല. കാരണം ലോകായുക്തയ്ക്ക് ഈ അഴിമതി മാത്രമേ കൊണ്ടുവരാൻ, ഈ സാമ്പത്തിക ക്രമക്കേട് മാത്രമേ കൊണ്ടുവരാൻ കഴിയുള്ളൂ. ഈ നിയമനങ്ങൾ ലോകായുക്തയുടെ പേര് വരില്ല. അതുകൊണ്ടാണ് ഇത് ഹൈക്കോടതിയിലേക്ക് പോയത്. എന്തായാലും സുപ്രീം കോടതി എടുത്തേക്കുന്ന തീരുമാനം ഈ ഗവൺമെന്റിനേറ്റ ഒരു കനത്ത പ്രഹരമാണ്. ഇനിയെങ്കിലും ഗവൺമെന്റ് തെറ്റുതിരുത്തി മുന്നോട്ട് പോകാൻ മെജോറിറ്റിയുടെ പേരിൽ ഞങ്ങൾ എന്തും ചെയ്യുമെന്ന് പറയാതെ തെറ്റുതിരുത്തി ജനഹിതത്തിനനുസരിച്ച് നിൽക്കുകയും 1,80,000-ഓളം പേര് ഇപ്പോൾ പിൻവാതിലൂടി പല സ്ഥാപനങ്ങളിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവരെല്ലാം പിരിച്ചുവിട്ട് നിയമപ്രകാരം മുൻകാലങ്ങളിലെ പോലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമിക്കാൻ തീരുമാനിച്ചാൽ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് ജോലി കിട്ടാനുള്ള ഒരവസ്ഥ ഉണ്ടാവും. ഇല്ലെങ്കിൽ നമ്മുടെ മിടുക്കന്മാർക്കെല്ലാം വിദേശങ്ങളിലേക്ക് കടക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവും. ശരി, അഡ്വക്കേറ്റ് BN ഹസ്കർ, ഇതിപ്പോൾ ഈ ചട്ടം 39 വകുപ്പ് 39 നിലനിൽക്കെ തന്നെ ഇല്ലാത്ത ഒരു അധികാരം അവിടെ ക്യാബിനറ്റ് ഉപയോഗിച്ചു എന്നാണല്ലോ. ക്യാബിനറ്റ് ഇങ്ങനൊരു അധികാരം പ്രയോഗിച്ചത് കൊണ്ട് തന്നെ ചിലപ്പോൾ കോടതി അതിൽ ഇടപെടണമെന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം ഒത്തു കിട്ടുന്നതിന് വേണ്ടി ഇത് മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്ത ഒരു പ്ലോട്ടുമാകാം. ഇതിനു ശേഷവും ഇത്തരം നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. അതാണ് ശ്രീ വിജയദാസിന്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചത്, ശ്രീ RS ശശികുമാർ സൂചിപ്പിച്ചത്. അപ്പോൾ ഇതൊരു പരമ്പരയായിട്ട് തന്നെ സർക്കാർ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഒരു മുഖത്തേറ്റ അടി പോലെ ഇക്കാര്യം വന്നിരിക്കുകയാണ്. അതൊരു നിയമ പോരാട്ടം നടന്നതുകൊണ്ട് മാത്രമാണ്. എല്ലാ കേസിലും ഇങ്ങനെ നിയമ നടപടികൾക്ക് വേണ്ടി ആരും മെനക്കെടാറില്ല. ഇവിടെ അങ്ങനെ ഒരു ജോലി കിട്ടേണ്ട ഒരാൾ ഇത്തരം ഒരു നിയമ പോരാട്ടത്തിന് തയ്യാറായി. അവിടെയും സർക്കാർ പറഞ്ഞത് ഈ ഹർജിയുമായി വന്നയാൾക്ക് ഇതിൽ വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല, അദ്ദേഹത്തിന്റെ ജോലിക്ക് ഒരു കുഴപ്പവും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ജോലി കിട്ടേണ്ട സാഹചര്യം ഇത് കാരണം ഇല്ലാതാവുന്നില്ല എന്നൊക്കെ പറയുകയുണ്ടായി. പക്ഷെ അതൊന്നും കോടതികൾ മുഖവിലേക്ക് എടുത്തിട്ടില്ല. മ്യൂട്ടാണ്. അഡ്വക്കേറ്റ് BN ഹസ്കർ ഒന്ന് ഓണാക്കൂ. ഇതില് മഞ്ജുഷ്, ഇതിലൊരു നിയമപരമായ ഒരു പ്രശ്നം കൂടിയുണ്ട്. ആ നിയമപരമായ പ്രശ്നമാണ് ആദ്യഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ വാദമുഖമായി ഉന്നയിച്ചത്. പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷന്റെ പരിധിയിൽ ഏതെങ്കിലും തരത്തിൽ പൊതു താല്പര്യ പ്രകാരം നൽകുന്നതാണോ ഈ ഹർജി എന്നുള്ളതാണ്. സ്വാഭാവികമായും പൊതു താല്പര്യ ഹർജികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പൊതു താല്പര്യം മുൻനിർത്തി ഹൈക്കോടതികൾക്കും സുപ്രീം കോടതിയും നൽകുന്ന ഹർജികളെയാണ് പൊതു താല്പര്യ ഹർജികൾ എന്ന് നിർവചനത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുക. ഇദ്ദേഹം ഹർജിക്കാരൻ ഇതിൽ നൽകിയിട്ടുള്ള ഹർജിയുടെ പക്ഷത്തോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ലഭിക്കേണ്ട അവസരം നിഷേധിക്കപ്പെട്ടു എന്നതുകൂടി പറയുമ്പോൾ അത് ഭരണഘടനയുടെ 226 പ്രകാരമുള്ള റിറ്റ് ജൂറിസ്ഡിക്ഷനിലേക്ക് മാറേണ്ടിയിരുന്നതിന് പകരം പൊതു താല്പര്യ ഹർജിയായി നിൽക്കുന്നു എന്നുള്ള നിയമപരമായ ഒരു പരിമിതി ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ആദ്യഘട്ടത്തിൽ ഇതിന്റെ മെയിൻറ്റൈനബിലിറ്റിയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വാദം പറഞ്ഞത്. അതിപ്പോഴും ഒരു സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ്. ഒരുപക്ഷെ ആർജവത്തോടുകൂടി അല്ലെങ്കിൽ അർത്ഥവത്തായ ഒരു മറുപടി അക്കാര്യത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അതിനൊരു മറുപടി പറഞ്ഞിട്ടില്ല എന്ന തോന്നലാണ് എനിക്കുള്ളത്. അതുകൊണ്ടുകൂടി ആവാം സുപ്രീം കോടതിയിലേക്ക് അതിന്റെ കൂടി ഒരു തീരുമാനം വരട്ടെ എന്ന ആഗ്രഹത്തിന്റെ പുറത്താവാം സംസ്ഥാന സർക്കാർ പോയിട്ടുള്ളത്. എന്റെ വ്യക്തിപരമായ അഭിപ്രായം, സംസ്ഥാന സർക്കാർ ഒരു കാരണവശാലും ഇത്തരം ഒരു ഹർജിയിൽ ഹൈക്കോടതിയിൽ നിന്നേറ്റ പ്രഹരത്തിനു ശേഷം സുപ്രീം കോടതിയിൽ പോകാൻ പാടില്ലായിരുന്നു. ഇപ്പോ എന്തായാലും KK രാമചന്ദ്രന്റെ മകന് ജോലിയില്ല
എന്നുള്ള സാഹചര്യം നിലവിൽ ഉണ്ട് എന്ന വസ്തുത കൂടി മനസ്സിലാക്കുക. അദ്ദേഹത്തിന് യോഗ്യതകളുണ്ട്. ആ യോഗ്യതകളുടെ അടിസ്ഥാനത്തിലാണ് ക്യാബിനറ്റ് എടുത്തിട്ടുള്ളത്. 163(3) പ്രകാരം സംസ്ഥാന ക്യാബിനറ്റ് എടുക്കുന്ന ഡിസിഷൻസ് ജുഡീഷ്യൽ റിവ്യൂവിന് ബാധകമാണോ എന്ന നിയമപ്രശ്നം നിലവിലുണ്ട്. ഈ നിയമപ്രശ്നം ഇപ്പോഴും അത് ക്യാബിനറ്റിന് എന്ത് എടുക്കുന്നു എന്നുള്ളത് ആ ക്യാബിനറ്റിന്റെ വിവേചനാധികാരം മാത്രമാണ്. അപ്പൊ അതിനപ്പുറം ക്യാബിനറ്റ് വിവേചന അധികാരത്തെ ചോദ്യം ചെയ്യാൻ പാടില്ലെന്നും എക്സിക്യൂട്ടീവിനാണെങ്കിലും ജുഡീഷ്യറിക്കും ചോദ്യം ചെയ്യാൻ പാടില്ലെന്നും ഭീമാനന്ദ കേസിൽ സുപ്രീം കോടതി വളരെ സുവ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതൊരു നിയമപ്രശ്നങ്ങളാണ്. ആ നിയമപ്രശ്നങ്ങളല്ല ഇവിടെ പരിശോധിക്കപ്പെടേണ്ടത്. സാധാരണ ചെറുപ്പക്കാരായിട്ടുള്ള സാധാരണ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ചെറുപ്പക്കാർ തൊഴിലവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണല്ലോ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്. ഇവിടെ തൊഴിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. തൊഴിൽ സാഹചര്യം ധാരാളം ഉള്ളതുകൊണ്ട് തൊഴിൽ സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നതുകൊണ്ട് PSCക്ക് ധാരാളം ആളുകളെ നിയമിക്കാൻ കഴിയുന്നു എന്ന വാദമുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ തൊഴിൽ സാധ്യതകൾ ഉള്ളതിന്റെ എത്രയോ 10 മടങ്ങ് സംസ്ഥാന സർക്കാർ PSC വഴി നിയമനം നടത്തുന്നു എന്ന വസ്തുത അംഗീകരിക്കാനുള്ള വിശാല മനസ്സെങ്കിലും ഈ വിമർശകർ കാണിക്കണമെന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന. ഇദ്ദേഹം വന്നിരുന്ന ഒരു കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കണം എന്നുള്ള വിശാല മനസ്കഥയൊന്നും നമുക്കില്ല. മനസ്സിലായില്ലേ? പച്ചക്കള്ളം ഒരു ചാനലിൽ വന്നിരുന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാനുള്ള വിശാല മനസ്കഥ തൽക്കാലം ഞങ്ങൾ കണക്കുകൾ പരിശോധിക്കൂ. കണക്കുകൾ ഞാൻ വ്യക്തമായ തെളിവ് താങ്കളുടെ വീട്ടിലെത്തിക്കാം. 1,96,000 പിൻവാതിൽ നിയമനങ്ങൾ നിങ്ങളുടെ ഗവൺമെന്റ് വന്നതിന് ശേഷം നടന്നിട്ടുണ്ട്. അതിന്റെ വ്യക്തമായ രേഖകളും കണക്കുകളും വിവരങ്ങളും താങ്കൾ എവിടെ താമസിക്കുന്നോ താങ്കളുടെ വീട്ടിൽ വന്ന് എത്തിക്കാൻ തയ്യാറാണ്. താങ്കൾ അംഗീകരിക്കുമോ? കഴിഞ്ഞ 8 കൊല്ലത്തിനിടയിൽ സംസ്ഥാന സർക്കാർ കേരളത്തിൽ നടത്തിയിട്ടുള്ള നിയമനങ്ങൾ സംസ്ഥാനങ്ങൾ നമ്മെക്കാളും വിപുലമായി വിഭവശേഷിയുള്ള മറ്റു സംസ്ഥാനങ്ങൾ നടത്തിയിട്ടുള്ള നിയമനങ്ങളുടെയും കണക്കുകൾ പരിശോധിക്കും. 1,96,000 പിൻവാതിൽ നിയമന കണക്കുണ്ട് ഇവിടെ. അഡ്വക്കേറ്റ് ഞാൻ താങ്കൾ എവിടെ താമസിക്കുന്നോ താങ്കളെ വീട്ടിൽ കൊണ്ട് നാളെ തന്നെ എത്തിച്ചേരാം. ഇതിന്റെ രേഖ താങ്കൾ ഇത് അംഗീകരിക്കുമോ? 1,96,000 പിൻവാതിൽ നിയമനങ്ങൾ നിങ്ങളുടെ ഗവൺമെന്റ് വന്നതിന് ശേഷം ഈ സംസ്ഥാനത്ത് നടന്നിട്ടുണ്ട്. അതിന്റെ രേഖകൾ താങ്കളെ അറിയിക്കാം. പിന്നെ താങ്കൾ മറ്റൊരു കാര്യം ഇവിടെ പറഞ്ഞു, ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്നത് കേരളത്തിൽ. അത് പച്ചക്കള്ളമാണ്. താങ്കൾക്ക് അറിവില്ലെങ്കിൽ താങ്കൾ അതൊന്നും മനസ്സിലാക്കണം. ഞാൻ വീണ്ടും താങ്കളോട് പറയണം, പോട്ടെ, ഈ മറ്റ് സംസ്ഥാനങ്ങൾ നടക്കുന്ന എങ്ങനെ നിയമനങ്ങൾ? അതാത് ഡിപ്പാർട്ട്മെന്റുകളുടെ ബോർഡുകൾ സ്പെഷ്യലായിട്ട് പരീക്ഷ നടത്തും ആ ഡിപ്പാർട്ട്മെന്റിലേക്ക്. അങ്ങനെ റാങ്ക് പട്ടികയിട്ട് അങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിയമനം നടക്കുന്നത്. തമിഴ്നാട് ഉൾപ്പെടെ അങ്ങനെയാണ് നടക്കുന്നത്. പക്ഷെ കേരളത്തിൽ അങ്ങനെയല്ല. കേരള PSC പൊതു നിയമനങ്ങളായിട്ടുള്ള പൊതു സ്ഥാപനങ്ങളിൽ മൊത്തത്തിൽ കേരള PSC തന്നെയാണ് നോട്ടിഫിക്കേഷൻ നടത്തി അതിലോട്ട് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. അത് നമ്മുടെ കേരളത്തിന്റെ സവിശേഷ സ്വഭാവമാണ്. ഇതിവിടെ നിവർത്തന പ്രക്ഷോഭം ഉൾപ്പെടെയുള്ള വീരുട്ട പോരാട്ടങ്ങൾ നടന്നിട്ട് രൂപീകരിച്ചാണ് കേരള PSC. രാജ്യത്തിന് മാതൃകയാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ നടക്കുന്ന നിയമനങ്ങൾ PSC വഴിയേ ആകാവൂ എന്നുള്ള നിയമം ഉണ്ട് ഇവിടെ. മറ്റ് സംസ്ഥാനങ്ങളിൽ അങ്ങനെയല്ല. ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ നിയമനങ്ങൾ നടത്തുന്ന അതാത് ബോർഡുകളാണ്. അവിടെ കുറച്ച് നിയമനങ്ങൾ മാത്രമേ അവിടുത്തെ PSC വഴി നടന്നുള്ളൂ. അതാത് ബോർഡുകൾ പരീക്ഷ നടത്തുന്നു, അവിടെ നിയമനം നടത്തുന്നു. അങ്ങനെയാണ്. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ നിങ്ങൾ ഈ വന്നിരുന്ന കള്ളം പറയുന്നത്. ഇതിന്റെ യഥാർത്ഥ വേരിയേഷൻ, യഥാർത്ഥ കണക്ക് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഈ പറയുന്ന ഉത്തർപ്രദേശും ബീഹാറും മഹാരാഷ്ട്രയും പോലുള്ള വലിയ വലിയ സംസ്ഥാനങ്ങളുടെ ജനസംഖ്യയും കേരളത്തിന്റെ ജനസംഖ്യയും വെച്ച് നോക്കുമ്പോൾ ഇത്രയും പോലീസ് ഫോഴ്സ് മതിയാവുമോ നിയന്ത്രിക്കാൻ? അപ്പോൾ ഉത്തർപ്രദേശിൽ എടുക്കുന്ന അത്രയും പോലീസിനെ കേരളത്തിൽ എടുത്താൽ മതിയോ? നിങ്ങളൊന്ന് ആലോചിച്ചോ. അങ്ങനെയല്ല. അവിടെ പല സംസ്ഥാനങ്ങളിലും നിയമനത്തിൽ വ്യത്യാസമുണ്ട്. ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ രീതിയിലുള്ള വ്യത്യാസങ്ങളുണ്ട്. അങ്ങനെ അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ വരുന്നത്. അത് താങ്കൾ ദയവ് ഇതൊന്ന് മനസ്സിലാക്കണം. പിന്നെ ഇപ്പൊ പറഞ്ഞു പറഞ്ഞോളൂ. അല്ല വിഷ്ണു, അതിലെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള പ്രശ്നം ഓരോ സംസ്ഥാനങ്ങൾ, ഇപ്പൊ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനം തമിഴ്നാടാണെങ്കിലും കർണാടക ആണെങ്കിലും സർക്കാർ ഉദ്യോഗത്തിലേക്ക് നടത്തുന്ന നിയമനങ്ങളുടെ കണക്കുകൾ പരിശോധിച്ചാൽ അത് ഡിപ്പാർട്ട്മെന്റ് അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും ആ കണക്കുകൾ പരിശോധിച്ചാൽ കേരളത്തിൽ കഴിഞ്ഞ 8 കൊല്ലവും മറ്റു സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ 8 കൊല്ലവും നടത്തിയിട്ടുള്ള കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ വ്യത്യാസം കേരളത്തിൽ തന്നെയാണ്. അത് അംഗീകരിക്കാനുള്ള ഹൃദയവിശാലത വേണം. നിങ്ങൾക്ക് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നിങ്ങൾ കണക്ക് പരിശോധിക്കുന്നേ പരിശോധിക്കാൻ പറ്റുള്ളൂ. താങ്കൾ ഇപ്പൊ PSCയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞ 8 കൊല്ലത്തിനിടയിൽ സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുള്ള നിയമനങ്ങളെ സംബന്ധിച്ച് മാത്രം കണക്കുകൾ പരിശോധിക്കുകയും താങ്കൾക്ക് എവിടെ നിന്നാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നടന്ന നിയമനത്തെക്കാലം നിയമനം ഇവിടെ നടന്നു എന്നുള്ള കണക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? അത് എവിടെ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞു തരൂ. നിങ്ങൾ പരിശോധിക്കേ. അല്ല, എവിടെ പോയി പരിശോധിക്കണം? ഞാൻ 1,80,000 കണക്ക് പറയുന്നല്ലോ. അതെ, അതിന്റെ രേഖകളും തെളിവുകളും താങ്കളെ വീട്ടിൽ കൊണ്ട് ഞാൻ തരാം.
താങ്കൾ എവിടെ താമസിക്കുന്നു? താങ്കളുടെ വീട്ടിൽ കൊണ്ട് ഞാൻ തരാം. 1,90,000 ഒഴിവുകൾ. പഠിച്ചിട്ടും ജോലി അലഞ്ഞു തിരിയുന്ന ഈ ചെറുപ്പക്കാരുണ്ടല്ലോ, അവരുടെ കുറെ കാലമായിട്ട് അവരുടെ ജോലി എന്ന് പറയുന്ന ഇതാണ് ഈ കണക്കുകൾ ശേഖരിക്കുകയും സർക്കാരിന് മുന്നിൽ ഇത് അവതരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് അക്കാര്യത്തിൽ അവരെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവരിതിന്റെ ഒരു റിസർച്ച് ഫാക്ടറി തന്നെയാണ്. ഇതിന്റെ കൃത്യമായ കണക്കുകളും രേഖകളും തെളിവുകളും എല്ലാം നമ്മളതിലുണ്ട്. ഇനി വേറൊരു കണക്ക് താങ്കൾ പറഞ്ഞുതരാം. 2015 ശേഷമുള്ള അനധ്യാപിക നിയമനങ്ങൾ PSCക്ക് വിട്ടുകൊണ്ട് സർവകലാശാലകൾ നിയമം പാസ്സാക്കിയല്ലോ. അത് ഹസ്കർക്ക് അറിയാലോ താങ്കൾക്ക്, ബഹുമാനപ്പെട്ട. എന്നിട്ട് കുസാറ്റിൽ നിന്നും ഒറ്റ ഒഴിവുകൾ പോലും യൂണിവേഴ്സിറ്റി LGSനോട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 2014 ശേഷം 100ഓളം പേരെ താൽക്കാലികമായി എവിടെ എടുത്തു. എങ്ങനെ താൽക്കാലികം എടുക്കാന്നറിയോ? സ്വീപ്പർ തസ്തികയിൽ ആളെ എടുക്കുന്നു, അവർക്ക് പ്രൊമോഷൻ കൊടുത്ത് OA ആക്കുന്നു. അതാണ് ഇപ്പോൾ നടന്നത്. നിങ്ങളെ പാർട്ടിക്കാരെ അനധ്യാപിക നിയമനങ്ങൾ അങ്ങനെയാണെങ്കിൽ അധ്യാപക നിയമനങ്ങളും അങ്ങനെ തന്നെയാണ് യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്നത്. നിങ്ങളുടെ ഈ MP രാജേഷ് അദ്ദേഹത്തിൻ്റെ ഭാര്യയൊക്കെ നിയമിച്ച് എങ്ങനെയാ? അപ്പോൾ യൂണിവേഴ്സിറ്റികളിലായാലും അവിടെ നടക്കുന്ന LGS നിയമനങ്ങളായാലും അധ്യാപക നിയമനങ്ങളാലും ഇതെല്ലാം ഇങ്ങനെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ എല്ലാം കൃത്യമായ കണക്കുകൾ നിങ്ങൾ എടുക്കുന്നത് എങ്ങനെ? ഓരോ ഡിപ്പാർട്ട്മെന്റ് താങ്കൾ പറയുന്ന എല്ലാ നിയമനങ്ങളിൽ പല നിയമനങ്ങൾക്കും അത് കോടതി വഴി സാധൂകരണം കിട്ടിയിട്ടുമുണ്ട് കേട്ടോ. കുറെ ആരോപണങ്ങൾ വന്നിരുന്നു, അതിൽ ചിലതിലൊക്കെ സാധൂകരണവും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ചിലതൊക്കെ രക്ഷപ്പെട്ടു പോകുന്നുമുണ്ട്. ശ്രീ RS ശശികുമാർ, വിഷ്ണു പറയുന്ന കണക്കുകൾ താങ്കൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ അദ്ദേഹം തേടി പിടിച്ച കണക്കുകളാണ്. വിഷ്ണു പറഞ്ഞ കണക്ക് വിഷ്ണു പറഞ്ഞ കണക്ക് കുറഞ്ഞുപോയി എന്നുള്ളതാണ്. കാരണം ഞാനിപ്പോൾ വാദത്തിന് വേണ്ടി വേണമെങ്കിൽ ഹക്സർ പറഞ്ഞ അംഗീകരിക്കുക. PSC മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ നിയമനങ്ങൾ നടത്തിയാലും ഇവിടെ കൂടുതൽ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് നമ്മുടെ സംസ്ഥാനം നടക്കുന്നതുകൊണ്ട് കൂടുതൽ തസ്തികകളുണ്ടാവണം. ഈ 1,80,000 പേര് ദിവസക്കൂലി അടിസ്ഥാനത്തിൽ പിൻവാലൂടി കരാർ അടിസ്ഥാനത്തിൽ നിയമിച്ചുവെങ്കിൽ ഇതെല്ലാം ഇവിടെ തൊഴിൽ വേണ്ടേ? ആ തൊഴിൽ ചെയ്യാനുള്ള അവസരത്തിന് അത് നേരിട്ട് ഇവർക്ക് നിയമിക്കയില്ലേ? ഈ ആൾക്കാർ മുഴുവനും CPMന്റെ അനുഭാവികളായിട്ടുള്ള ആൾക്കാരാണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഗവൺമെന്റിന്റെ പ്രവർത്തനം സ്മൂത്തായിട്ട് കൊണ്ടുപോകണമെങ്കിൽ 1,80,000 പേര് കൂടി വേണമെന്നുള്ളതുകൊണ്ടാണ് ഗവൺമെന്റിന്റെ ട്രഷറിയിൽ നിന്നും പണം കൊടുത്ത് ഇവരെ ബാക്ക്ഡോറിലൂടെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ആ അപ്പോയിന്റ്മെന്റിലൂടെ PSC വിട്ടു കഴിഞ്ഞെങ്കിൽ എന്ത് സുതാര്യമായിരിക്കും? മിനിമം ക്വാളിഫിക്കേഷൻ പോരാ, കോമ്പറ്റീറ്റീവ് ടെസ്റ്റ് ജയിച്ചു വരുന്ന കുട്ടികളെ നിയമിക്കാനുള്ള വേദിയാണ് PSC. അപ്പോൾ സർവകലാശാലകളെ സംബന്ധിച്ചിടത്തോളം സാങ്കേതിക സർവകലാശാല ആയാലും ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയാലും മലയാളം സർവകലാശാല ആയാലും അവിടെ ഒന്നും സ്ഥിരം നിയമനങ്ങൾ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യില്ല. ബോധപൂർവമാണ്. സ്ഥിരം പോസ്റ്റ് ക്രിയേറ്റ് ചെയ്താൽ കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട് നിയമനങ്ങൾ PSCയിലൂടെ പാടുള്ളൂ എന്ന്. അത് മറികടക്കാനായിട്ട് ആ നിയമനങ്ങളെ കോൺട്രാക്ട് അപ്പോയിന്റ്മെന്റ് ആയിട്ട് മാറ്റും. വളരെ ഭീകരമായ ചിത്രമാണ് നമ്മുടെ കേരളത്തിൽ മുഴുവൻ പിൻവാതിൽ നിയമനം. പിന്നെ MLA-മാരുടെയും മന്ത്രിമാരെ നിയമിക്കുന്നതിന് വേണ്ടി മറ്റൊരു വകുപ്പ്. ആ വകുപ്പിലൂടെയാണ് രാമേന്ദ്രൻ നായരെ ഭാര്യ നിയമിച്ചതും വിജയദാസിന്റെ മകൻ നിയമിച്ചതും. ഇനി ഇതിന്റെ പരമ്പര വരും. ഇന്ന് നമ്മുടെ കോടതി ഈ നേരത്തെ ഹക്സർ പറഞ്ഞതുപോലെ ഒരു കാര്യമുണ്ട്. അതായത് ഇയാൾക്ക് എന്താണ് ഇദ്ദേഹത്തെ എങ്ങനെ ബാധിക്കുന്നുണ്ട്? പരാതിക്കാരൻ കോടതിയിൽ ചെല്ലുമ്പോൾ പരാതിക്കാരനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള കാര്യമാണ് കോടതി പറയുന്നത്. അതിനോട് ശരിയും തെറ്റുമല്ല. സാങ്കേതികത്വത്തിന്റെ പേരിലാണ് കേസുകൾ തള്ളിപ്പോകുന്നത്. പലർക്കും കോടതിയിൽ പോകാൻ ഭയമാണ്. ഇവിടെ മന്ത്രിമാരുടെയും MLA-മാരുടെയും ഭാര്യമാരുടെ നിയമനങ്ങൾക്കെതിരെ കോടതിയിൽ പോകണമെങ്കിൽ ആ ഇന്റർവ്യൂവിന് വന്ന റാങ്ക് പട്ടികയ്ക്ക് അകത്ത് വന്ന അല്ലെങ്കിൽ ഇന്റർവ്യൂവിൽ പങ്കെടുത്തവർ വേണം കേസ് കൊടുക്കാൻ ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ പിന്നെ അവർക്ക് വീട്ടിൽ സമാനമായിട്ട് കിടക്കാൻ നോക്കൂ. കാരണം ഏറ്റവും വലിയ റൗഡികളുടെ ഭാര്യമാരും മക്കളുമാണ് ഇവിടെ കയറിയിരിക്കുന്നത്. അതുകൊണ്ട് ഭയന്ന് നമ്മുടെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ കോടതിയിൽ പോകുന്നില്ല. അങ്ങനെ ഭയന്ന് പോകാതിരിക്കുന്നതാണ് ഈ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയൊരു വളരെ അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു വലിയ ആനുകൂല്യം. അതുകൊണ്ട് ഇതിന്റെ സത്യങ്ങൾ മനസ്സിലാക്കുക. രാമേന്ദ്രൻ നായരുടെ മകനായാലും വിജയദാസിന്റെ മകനായാലും നാളെ വരാൻ പോകുന്ന പഞ്ചായത്ത് മെമ്പർമാരുടെയും MLA-മാരുടെയും ആളുകളെ ഡൈൻഹാർഡ് സ്കീമിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു തുടക്കമാണ് ഈ കഴിഞ്ഞ പിണറായി സർക്കാർ ചെയ്തത്. അതിനെ ഒരു തടയിടാൻ സുപ്രീം കോടതി സഹായമായത് തീർച്ചയായിട്ടും ഒരു വലിയ ആശ്വാസമാണ്. ഇത് ഗവൺമെന്റിന് ചെവരെടുത്തായിട്ട് കണ്ടുകൊണ്ട് വാസ്തവത്തിൽ ചെയ്യാനുള്ളത് ഈ ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയെ കൂടി മറികടന്നുകൊണ്ട് വീണ്ടും സുപ്രീം കോടതി പോകാൻ തയ്യാറായ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി ഈ സ്ഥാനത്ത് നിന്നും എന്തെങ്കിലും അദ്ദേഹത്തിനെ കൊണ്ട് നടക്കാത്ത കാര്യമാണ്. അദ്ദേഹം ഈ സ്ഥാനം ഒഴിയുകയാണ് വേണ്ടത്. ധാർമ്മിക ഉത്തരവാദിത്വം എടുത്തുകൊണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞതാണ് ഇതിൽ എന്തൊക്കെയാണ് അപാകതകൾ ഉള്ളത് എന്ന്. എന്നിട്ടും ചെവി കൊണ്ടില്ല. വീണ്ടും ലക്ഷങ്ങൾ മുടക്കി സുപ്രീം കോടതിയിൽ പോയി. ആരുടെ പണമാണിതൊക്കെ?
മഞ്ജുഷ്, ഇതൊരു നിയമ പോരാട്ടത്തിൽ സ്വാഭാവികമായും ഒരു വ്യവസ്ഥിതി ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ അധികാര പരിധിയിലാണ്. അതിനു കൂടി വേണ്ടിയാണല്ലോ ആർക്ക് വേണ്ടി ഹസ്കർ, ആർക്ക് വേണ്ടിയാണ് ആ വ്യവസ്ഥിതി ഉണ്ടാക്കുന്നത്? ആർക്ക് വേണ്ടിയാണ്? നിലവിൽ ഇവിടെ ഒരു നിയമമുണ്ട് ആശ്രിത നിയമനത്തിന് വേണ്ടി. അതിനെ വളഞ്ഞ വഴിയിൽ അതിനെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം ആർക്ക് വേണ്ടിയാണത്? അത് ജനപ്രതിനിധികൾക്ക് മാത്രമേ ഉപകാരപ്പെടുകയുള്ളൂ. ജനപ്രതിനിധികൾക്ക് മാത്രമേ അത് ഉപകാരപ്പെടുകയുള്ളൂ. അല്ല, ക്യാബിനറ്റ് ഡിസിഷൻസിനെ ഓവർകം ചെയ്യുന്നതിന് കോടതികൾക്ക് അധികാരമുണ്ടോ എന്നുള്ളതാണ് ഒരു നിയമപ്രശ്നം. രണ്ട്, ഒരു പൊതു താല്പര്യ ഹർജിയിൽ വ്യക്തി താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോടതിയെ സമീപിക്കാവും. ഇതെല്ലാം നിയമപരമായ പ്രശ്നങ്ങളാണ്. ആ നിയമപരമായ പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്വം കൂടി സംസ്ഥാന സർക്കാരിനുണ്ട്. അത് ഏത് സംസ്ഥാന സർക്കാർ ഭരിച്ചാലും ആ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വമാണ് സംസ്ഥാന സർക്കാർ നിർവഹിച്ചിട്ടുള്ളത്. അല്ലാതെ ആശ്രിത നിയമനത്തെ സാധൂകരിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ഇടപെടലുകളായി അതിനെ കാണരുത്. അങ്ങനെ അല്ല ഈ വിധിയെ കാണേണ്ടത്. അത് വിധിയുടെ പകർപ്പ് ലഭിച്ചതിന് ശേഷം വളരെ വിശദമായി കാര്യത്തിൽ പരിശോധിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സംസ്ഥാന സർക്കാരിന് ഇത് എന്തായാലും ഒരു അപഖ്യാതിയായി വന്നിട്ടുണ്ട്. ആ അപഖ്യാതി തിരുത്തുന്നതിനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനുണ്ട്. അത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നിലപാടുകളല്ല എന്നുള്ളത് തന്നെയാണ്. ആ ഇടതുപക്ഷ നിലപാടല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്തത്? എന്തിനാ ചെയ്തത്? നിലപാടല്ലെങ്കിൽ നിങ്ങൾ പൈസ ചെലവാക്കി സുപ്രീം കോടതി കേസ് പറഞ്ഞ എന്തിനാ? ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നിലപാട് അതാണ്. ബഹുമാനമുള്ള ഹസ്കർ, ഇടതുപക്ഷ ഗവൺമെന്റ് നിലപാട് അതായതുകൊണ്ടല്ലേ നിങ്ങൾ ഹൈക്കോടതിയിൽ തോറ്റപ്പോ സുപ്രീം കോടതി പോയത്? രാഷ്ട്രീയമുണ്ട്, ആട്ടം തോലിട്ട ചെന്നായാണ്. അപ്പൊ ആ രാഷ്ട്രീയം വിഷ്ണു പറഞ്ഞോ, ഒരു പ്രശ്നമില്ല. അല്ലല്ല, എനിക്ക് രാഷ്ട്രീയം ഉണ്ടെന്ന് താങ്കൾക്ക് എന്താ പറയാ ഇപ്പൊ താങ്കൾക്ക് തോന്നിയത്? എനിക്ക് രാഷ്ട്രീയം ഉണ്ടെന്ന് താങ്കൾക്ക് രാഷ്ട്രീയം? അങ്ങയുടെ വാക്കുകളിൽ നിന്ന് പ്രേക്ഷകർക്ക് ഇത് കൃത്യമായിട്ട് താങ്കളെന്ന് ഗണിച്ചെടുക്കുകയാണോ എനിക്ക് രാഷ്ട്രീയം ഉണ്ടെന്ന്? ഒരു ഗണനവും വേണ്ടെന്നേ. അത് അത്ര താങ്കൾ വന്നിട്ട് ഇങ്ങനെ പച്ചക്കള്ളം പറഞ്ഞ് എങ്ങനെ അംഗീകരിച്ചറിയാം? ഞാനൊരു ചെറിയ സംശയം ചോദിക്കട്ടെ. നാളെ ഞാൻ ഒരു ചെറിയ സംശയം താങ്കളോട് ചോദിക്കട്ടെ. നാളെ ഇപ്പൊ കേരളത്തിലെ ഉദാഹരണം കുണ്ടറ ഏരിയ സെക്രട്ടറിക്ക് എന്തെങ്കിലും അപകടം എന്തെങ്കിലും പറ്റിപ്പോയി, അദ്ദേഹത്തിന് ഒരു ഇത് വന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ മകന് ഇതാ ജോലി കൊടുക്കാൻ ക്യാബിനറ്റ് തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങളെ പാർട്ടിയുടെ വലിയ നേതാക്കൾ മരിക്കുമ്പോൾ അവർക്ക് അവരുടെ മക്കൾക്ക് ജോലി കൊടുക്കാൻ നിങ്ങളൊക്കെ ഈ ക്യാബിനറ്റ് ഒക്കെ വന്നത് ഇവിടുത്തെ എന്റെ വീട്ടിലുള്ള സാധാരണക്കാരുള്ള എന്റെ അച്ഛനും അമ്മയും ഉൾപ്പെടെയുള്ള ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ക്യാബിനറ്റും എം എൽ എമാരും ഒക്കെ വന്നത്, പ്രിയപ്പെട്ട ഹസ്കർ. അല്ലാതെ നിങ്ങൾക്ക് എം എൽ എമാരും ക്യാബിനറ്റും ഒക്കെ വന്നത് പറന്നിറങ്ങി വന്നതല്ല. എനിക്ക് 30,000 രൂപ ശമ്പളം കിട്ടേണ്ട ജോലിയെ തട്ടിയെടുത്ത് താങ്കൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ കൊടുത്തതിന് ശേഷം എന്റെ അച്ഛന് 1,500 രൂപ പെൻഷൻ കൊടുത്തതുകൊണ്ട് എന്നെ പോലെയുള്ളവരുടെ എല്ലാ കാര്യങ്ങളും ശരിയാവോ? താങ്കൾ പറ. എനിക്ക് പിന്നെ രാഷ്ട്രീയക്കാരൻ ഒളിച്ചിരിപ്പുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം അദ്ദേഹം കണ്ണിക്കട്ടെ. ഞാൻ എന്ത് നിയമവിരുദ്ധമാണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞ കാര്യം താങ്കൾ കണ്ണിക്കൂ. അല്ല, കണ്ണിക്കുന്നൊക്കെ അവിടെ നിൽക്കട്ടെ. താങ്കളുടെ രാഷ്ട്രീയം എന്താന്ന് താങ്കൾ പറയാം. അത് പറയാനുള്ള ധൈര്യം ഉണ്ടോ താങ്കൾക്ക്? എനിക്ക് രാഷ്ട്രീയമില്ല. ഞാൻ ഇവിടെ ഇത്രയും സമയം സംസാരിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയാണ് സംസാരിച്ചിട്ടുള്ളത്. ഞാനിവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പേര് ഇവിടെ പരാമർശിച്ചിട്ടില്ല. താങ്കൾ ഒരു വാക്ക്, ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ഇവിടെ ഉച്ചരിച്ചതായിട്ട്, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി സംസാരിച്ചതായിട്ട്, ഏതെങ്കിലും ഒരു താങ്കളുടെ പാർട്ടിക്ക് എതിരായിട്ടുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെ പറ്റി സംസാരിച്ച് താങ്കൾ ഒരു വാക്കൂടെ പറയാമോ? താങ്കൾക്ക് ജയിക്കാൻ വേണ്ടി താങ്കൾ ഇങ്ങനെ കള്ളം പറയുന്നത് എന്തിനാ ചർച്ച അലങ്കോലപ്പെടുത്തുന്നത്? താങ്കൾ ഞാൻ ചോദിച്ച 1,90,000 പേരെ താങ്കളുടെ ഗവൺമെന്റ് പിൻവാതിൽ വഴി നിയമിച്ചു എന്നുള്ള കണക്ക് താങ്കളുടെ വീട്ടിൽ കൊണ്ട് തരാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ താങ്കൾക്ക് കണ്ണിക്കാൻ പറ്റുന്നില്ല. അതിനെ കണ്ണിക്കാൻ വേണ്ടി താങ്കൾ പറയുന്നത് എനിക്ക് രാഷ്ട്രീയം ഉണ്ടെന്ന്. താങ്കൾ എന്താ പറയാ ഉദ്ദേശിച്ചത്? മഞ്ജുഷിനോട് എന്റെ നമ്പർ വാങ്ങിയിട്ട് എനിക്ക് അത് നയിച്ചു തരൂ. നിങ്ങൾ ഈ പറയുന്ന കണക്ക് താങ്കൾക്ക് എവിടെ നിന്നാ കിട്ടിയ? 1,90,000 80,000 പേരെ നിയമിച്ചെന്ന്? അതാണ് ഞാൻ പറഞ്ഞത്. ഡിപ്പാർട്ട്മെന്റുകൾ വഴി ഞങ്ങൾ ശേഖരിച്ച കണക്കാണ്. കുസാറ്റിൽ ഞാൻ പറയട്ടെ കുസാറ്റിൽ 100 പേരെ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി നിയമനം നടത്തി. കുസാറ്റിൽ അതിന്റെ തെളിവ് താങ്കൾക്ക് തരാം. ആ 100 പേരുടെ വേക്കൻസി എങ്കിലും PSCക്ക് റിപ്പോർട്ട് ചെയ്യാൻ താങ്കളെ കൊണ്ട് സാധിക്കുമോ? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഈ 1,96,000 വിട്ടുകള ഈ കേവലം 100 പേരെ കുസാറ്റിലെ 100 പേരെ രേഖ അയച്ചുതരാം. താങ്കൾക്ക് റിപ്പോർട്ട് ചെയ്ത് തരാൻ പറ്റുമോ? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയുള്ള നിയമനങ്ങൾ പിൻവാതിൽ നിയമനം എന്നാണോ പഠിച്ചു വെച്ചത്? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് അല്ല മിസ്റ്റർ, പിൻവാതിൽ വഴി നിയമിച്ചിരിക്കുന്നതാണ്. സർക്കാർ മാനദണ്ഡം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് നിയമിച്ചിരിക്കുന്നത്. നിങ്ങൾ 2016 ഗവൺമെന്റ് ഉത്തരവ് നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. 2016 ഗവൺമെന്റ് ഉത്തരവുണ്ട്. 2016 സെപ്റ്റംബർ 23 മുതൽ കേരളത്തിലെ അനധ്യാപിക നിയമനങ്ങൾ PSCക്ക് വിട്ടുകൊണ്ടുള്ള സർക്കാർ ഉത്തരവുണ്ട്. ആ സർക്കാർ ഉത്തരവിനെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ നിയമനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യണേ? നിങ്ങളെ നിയമനവും നിങ്ങൾ ഇങ്ങനെ പിൻവാതിൽ വഴി നിയമനം നടത്തുമ്പോഴും നിങ്ങൾ ചാനലിൽ വന്നിരുന്ന് കള്ളക്കണക്ക് പറയുമ്പോഴും നമ്മൾ രാമനാമം ജപിച്ചുകൊണ്ട് വീട്ടിലിരിക്കണമെന്നാണോ താങ്കൾ പറയുന്നത്? നിങ്ങൾ ആ കണക്കൊന്ന് പറ.
എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി എത്ര പേരെ നിയമിച്ചിട്ടുണ്ട് ആ കണക്കെന്ന് പറയാമോ? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് അല്ല, ഇവിടെ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി നിങ്ങളല്ലേ പറഞ്ഞത്. പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി റെക്കോർഡ് നിയമനം നടത്തി നിങ്ങൾക്ക് എത്ര നിയമനങ്ങൾ നിങ്ങൾ PSC വഴി നടത്തി പ്രിയപ്പെട്ട ഹസ്കർ? ശരി, ഞാൻ തീരില്ല. അത് മാത്രമല്ല, ഹസ്കർ ഉദ്യോഗാർത്ഥിയുടെ വികാരമാണ്. അത് അതിവൈകാരികമായി പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ജോലിക്ക് വേണ്ടി അലയുന്നവരാണ്, റാങ്ക് പട്ടികയിൽ പലതവണ ഉൾപ്പെട്ടിട്ടുള്ളവരാണ്. പക്ഷേ നിയമനം അവസാന നിമിഷം കിട്ടാതെ നിരാശരാകേണ്ടി വന്നതാണ്. അവർക്ക് അനുകൂലമായ ഒരു വിധി ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് വരുമ്പോൾ അവരുടെ ദിവസമാണ് ഇത്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ പ്രൈം ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു: KK രാമചന്ദ്രൻ നായരുടെ മകന്റെ നിയമനം സുപ്രീം കോടതി റദ്ദാക്കി, സർക്കാരിന് തിരിച്ചടിയോ? അതേന്ന് 90% പ്രേക്ഷകരും, അല്ല എന്ന് 7% മാത്രം. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി.